رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم ألهمني علما أفقه به أوامرك ونواهيك وارزقني فهما أعلم به كيف أناجيك يا أرحم الراحمين اللهم ارزقني فهم النبيين وحفظ المرسلين وإلهام الملائكة المقربين اللهم أكرمني بنور الفهم وأخرجني من ظلمات الوهم وافتح لي أبواب رحمتك وانشر علي حكمتك بأنباء رحمتك يا أرحم الراحمين. മുൽത്തഖൽ മഹബ എന്ന പേരിൽ ഷെയ്ഖുന അഹ്മദ് കുട്ടി സഖാഫി ഉസ്താദിന്റെ സമ്പൂർണ്ണ ശിഷ്യ സംഗമമാണിത്. ഈ പ്രൗഢഗംഭീരമായ സദസ്സ് എല്ലാ അർത്ഥത്തിലും കബൂലുള്ള സദസ്സായി അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അൽഅർവാഹു ജുനൂദുൽ മുജന്നദ ഫമാ തആറഫ മിനൽ തലഫ വമാ തനാകറ മിൻ ഇഖ്തലഫ. ആത്മാക്കൾ സംഘടിത സേനകളാണ്. നേരത്തെ ആത്മീയ ലോകത്ത് വെച്ച് പരിചയപ്പെട്ടവർ ഈ ലോകത്ത് വെച്ച് പരിചയപ്പെടും. ആ പരിചയത്തിന്റെ പേരിൽ സ്വർഗലോകത്ത് സംഗമിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള സ്നേഹബന്ധമായി ഈ സൗഹൃദത്തെയും ഈ മൈത്രിയെയും അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പൈതൃകം എന്ന ശീർഷകത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാനാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. പൈതൃകം, പാരമ്പര്യം, സമ്മതം അഥവാ ഇജാസത്ത്, മുസൽസലത്ത്, ഇസ്നാദ്. ഈ പൈതൃകം എന്ന ശീർഷകത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ 2-3 പോയിന്റുകളിലൂടെ സംസാരം കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. അഥവാ പാരമ്പര്യത്തിന്റെയും പൈതൃകത്തിന്റെയും സമ്മതത്തിന്റെയും മഹത്വവും അതിന്റെ ഗൗരവവും. നമ്മുടെ ഉസ്താദിലൂടെ നമുക്ക് ലഭിച്ച വലിയ പാരമ്പര്യവും പൈതൃകവും. 2 പോയിന്റുകൾ മാത്രം. അതിലൊന്നാമത്തേത് പാരമ്പര്യത്തിന്റെയും പൈതൃകത്തിന്റെയും സമ്മതത്തിന്റെയും മഹത്വമാണ്. സമ്മതം ലഭിച്ചില്ലെങ്കിലും പഠിപ്പിക്കുന്നതിനോ ഇൽമു പകർന്നു കൊടുക്കുന്നതിനോ വിരോധമില്ല. അല്ലാമ സുയൂത്തി റളിയല്ലാഹു അൻഹു ഇത്ഖാൻ എന്ന കിതാബിൽ പറഞ്ഞതുപോലെ അൽ ഇജാസത്തു മിനശ് ശൈഖി ലൈസ ബിശർത്തി ലിതസദ്ദി ലിൽഇഫ്താഇ വലിൽ ഇഫാദത്തി. ഒരു ഉസ്താദിൽ നിന്ന് സമ്മതം ലഭിച്ചില്ലെങ്കിൽ പോലും ഫമൻ ആലിമ മിൻ നഫ്സിഹി അൽഅഹ്ലിയത ജാസ ലഹു ദാലിക വഇല്ലം യുജിസുഹു അഹദു. ഒരാളും സമ്മതം നൽകിയില്ലെങ്കിൽ പോലും തനിക്ക് അതിന് അർഹതയുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ഇൽമു പകർന്നു കൊടുക്കുന്നതിനോ ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്നതിനോ വിരോധമില്ല. എന്നാലും ആ പാരമ്പര്യത്തിലൂടെ പൈതൃകത്തിലൂടെ സമ്മതം ലഭിച്ചുകൊണ്ടുള്ള ഇൽമിന്റെ മഹത്വം ഒന്ന് വേറെയാണ്. അതിനുവേണ്ടി 15 സ്റ്റേറ്റ്മെന്റുകളാണ് ഞാൻ ഘടിപ്പിക്കുന്നത്. ഈ 15 സ്റ്റേറ്റ്മെന്റ് ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് പറകൾ പൈതൃകത്തിന്റെ സൗന്ദര്യം പറയുന്ന സമയത്തെല്ലാം ഉസ്താദിന്റെ ഗ്രന്ഥം ഫൈലാനുൽ മുസൽസല വൽ ഇജാസാത്തിൽ മുതദാവല എന്ന ഗ്രന്ഥം ഉദ്ധരിച്ചുകൊണ്ട് പറയാറുണ്ട്. അതിൽ ഒന്നാമത്തേത് അബ്ദുല്ലാഹി ബിൻ മുബാറക്കി റളിയല്ലാഹു അൻഹുവിന്റെ പ്രയോഗമാണ്. അൽ ഇസ്നാദു മിനദ്ദീനി വലൗലൽ ഇസ്നാദു ലഖാല മൻ ശഅ മാ ശഅ. പാരമ്പര്യവും പൈതൃകവും അത് മതത്തിന്റെ ഭാഗമാണ്. പാരമ്പര്യവും പൈതൃകവും ഇല്ലായിരുന്നുവെങ്കിൽ തോന്നിയവർ തോന്നിയതുപോലെ സംസാരിക്കുമായിരുന്നു. ഒരു പരമ്പരയിലൂടെ കൈമാറി വന്ന അറിവ് നമ്മൾ വഹിക്കുന്നത് കൊണ്ടാണ് ഖുർആൻ സ്വതന്ത്രമായി വ്യാഖ്യാനിക്കാൻ നമുക്ക് ഭയം, ഹദീസ് സ്വതന്ത്രമായി വ്യാഖ്യാനിക്കാൻ നമുക്ക് പേടി. ആ പാരമ്പര്യവും പൈതൃകവും ഇല്ലായിരുന്നുവെങ്കിൽ തോന്നിയവർ തോന്നിയതുപോലെ വ്യാഖ്യാനിക്കുമായിരുന്നു. ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് അതാണ് രണ്ടാമത്തേത്. ഇന്നല്ലാഹ അക്റമ ഹാദിഹിൽ ഉമ്മത വഫദ്ദലഹ വശറഫഹ ബിൽ ഇസ്നാദ്. ഈ സമുദായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പാരമ്പര്യം കൊണ്ടും പൈതൃകം കൊണ്ടും സമ്മതം കൊണ്ടും ആദരിച്ചു, ബഹുമാനിച്ചു, ഗൗരവിച്ചു. വലൈസ ലിഅഹദിൻ മിനൽ ഉമ്മി കുല്ലിഹാ ഖദീമിഹാ വലാ ഹദീസിഹാ. പൂർവികരായ ഒരു സമുദായത്തിനും ഈ ഭാഗ്യം ലഭിച്ചിട്ടില്ല. വലാ സാലൽ മശായിഖു യഅതമിദൂന അലൈഹി ഗായത്തുൽ ഇഅ്തിമാദി. പൂർവികരായ ഉസ്താദുമാരെല്ലാം ഈ പാരമ്പര്യത്തിനും പൈതൃകത്തിനും വലിയ അവലംബവും വലിയ പരിഗണനയുമാണ് നൽകിയത്. ويتحملون العلم ولا سيما علم الحديث بأوجه التحمل المقررة في علم المصطلح
വമിൻ ബൈനിഹൽ ഇജാസത്തു. അഥവാ ഏതറിവാണെങ്കിലും പ്രത്യേകിച്ചും ഇൽമുൽ ഹദീസ് അതിന്റെ പാരമ്പര്യവും പൈതൃകവും ഇജാസത്തും മുസൽസലത്തും പരിഗണിച്ചുകൊണ്ടാണ് അവർ ഇൽമ തേടിയിട്ടുള്ളതും ഇൽമ വഹിച്ചിട്ടുള്ളതും ഇൽമ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാറുള്ളത്. ഇനി ഇബ്നു അബ്ദുൽ ബർറ റളിയല്ലാഹു അൻഹുവിന്റെ പ്രയോഗം അദ്ദേഹം പറയുന്നത് അൽ ഇജാസത്തു ഫിൽ ഇൽമി റഅസു മാലിൻ കസീർ ഔ കബീർ. അറിവ് അനുഭവങ്ങളിലേക്ക് ചേർത്തു പാരമ്പര്യം പൈതൃകം സമ്മതം അതൊരു മൂലധനമാണ്. അറിവിന്റെ മൂലധനമാണ് യഥാർത്ഥത്തിൽ പാരമ്പര്യവും പൈതൃകവും സമ്മതവും. ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ പ്രയോഗം അദ്ദേഹം പറയുന്നത് ഇന്നമന്നാസു ബിശുയൂഖിഹി ഫൈദാ ദഹബത്തിൽ മശായിഖു ഫമാമൻ യഈഷ്. ജനങ്ങളായി ജീവിക്കുന്നത് ഒരു സമൂഹം അതിന്റെ അസ്തിത്വം നിലനിർത്തി ജീവിക്കുന്നത് ഈ ഗുരു പാരമ്പര്യം കൊണ്ടാണ്, ഗുരു ശൃംഖലകളെ കൊണ്ടാണ്. ആ ഗുരു പരമ്പര എങ്ങാനും ഇല്ലായിരുന്നുവെങ്കിൽ ആരോടൊപ്പം ഏതർത്ഥ തലങ്ങളിൽ ഈ സമൂഹം ജീവിക്കുമായിരുന്നു എന്ന് അതിശയത്തോടുകൂടെ പറയുന്നത് കാണാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. അല്ലാമ സുഹരി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പ്രയോഗം, ആ പ്രയോഗം പ്രയോഗിക്കാൻ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. അഥവാ അല്ലാമ സുഹരി റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് തന്റെ ശിഷ്യൻ വന്നുകൊണ്ട് പറഞ്ഞു സനദ്, ഈ പാരമ്പര്യമോ പൈതൃകമോ ഇല്ലാതെ ഞാൻ ഇൽമു പഠിപ്പിച്ചോട്ടെ. സനദ്, പാരമ്പര്യവും പൈതൃകവും ഇജാസത്തും സിൽസിലയും ഒന്നുമില്ലാതെ ഹദീസ് ഞാൻ കൈകാര്യം ചെയ്തോട്ടെ, അറിവ് കൈകാര്യം ചെയ്തോട്ടെ. അപ്പോൾ അല്ലാമ സുഹരി റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി അതുരീദു അൻ തർഖ സത്ഹ ബിലാ സുല്ലം, ഗോവണിയില്ലാതെ മച്ചിപ്പുറത്തേക്ക് കയറാൻ ഉദ്ദേശിക്കുകയാണോ? അൽഹംദുലില്ലാഹ്, ഈ സദസ്സിന്റെ സൗന്ദര്യവും കേന്ദ്ര ബിന്ദുവുമായ ശൈഖുന അഹ്മദ് കുട്ടി ഉസ്താദ് നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരുന്നു. ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. അവരിലൂടെയുള്ള നമ്മുടെ പാരമ്പര്യവും പൈതൃകവുമാണ് സംസാരിച്ചിരിക്കുന്നത്. അല്ലാഹുവേ, ആ ഗുരു പരമ്പരയിലെ ഓരോ കണ്ണികളുടെ പൊരുത്തം അല്ലാമ സുഹരി റളിയല്ലാഹു അൻഹുവിനോട് തന്റെ ശിഷ്യൻ വന്ന് ചോദിക്കുന്നത് ഔ ഹദ്ദിഥു ബിലാ സനദി, പാരമ്പര്യവും പൈതൃകവും ഇല്ലാതെ ഞാൻ ഹദീസ് കൈകാര്യം ചെയ്തോട്ടെ. ഉടനെ കൊടുത്ത മറുപടി അതുരീദു അൻ തർഖ സദഹ ബിലാ സുല്ലം, ഗോവണിയില്ലാതെ മച്ചിപ്പുറത്തേക്ക് കയറാൻ ഉദ്ദേശിക്കുകയാണോ? അഥവാ ഗുരു പാരമ്പര്യത്തിന്റെ മഹത്വം ഉൾക്കൊള്ളാതെ ഹദീസും ഇൽമും കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണോ? ചിന്തിപ്പിക്കുന്നൊരു വാക്ക് മറുപടിയായി പറഞ്ഞു. ഇനി ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് അദ്ദേഹം പറയുന്നത് അസനീദു അൻസാബുൽ കുതുബ്, നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഗ്രന്ഥങ്ങളുടെ ആധികാരികതയും ഒതന്റിസിയും യഥാർത്ഥത്തിൽ ഈ പൈതൃകത്തിലൂടെയാണ്, ഇജാസത്തിലൂടെയാണ്, ഇസ്നാദിലൂടെയാണ്. അഹ്മദ് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഒന്നുകൂടി കയറി സംസാരിക്കുന്നത് കാണാം. നഖുൽ ഇൻസാനി മാ ലൈസ ഫിഹി റിവായത്തുൻ ഗൈറു സാദിഖിൻ ബിഇജ്മാഇ അഹ്ലി ദിറായ, റിവായത്തില്ലാത്ത പാരമ്പര്യത്തിന്റെ ശൃംഖലയില്ലാത്തത് ഒരു മനുഷ്യനെടുത്ത് ഉദ്ധരിക്കുന്നത് വിവേകമുള്ളവരുടെ അരികിൽ അത് അനുവദനീയമല്ല, നോട്ട് അലൗഡാണ്. ഇബ്നു ഖൈറിൽ അശ്ബീലി റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് ഖദ് ഇത്തഫഖൽ ഉലമാഉ على أنه لا يصح لمسلم أن يقول قال رسول الله صلى الله عليه وسلم حتى يكون ذلك مرويا عنده ولو على أقل وجوه الرواية. ഒരാൾ സ്വതന്ത്രമായി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കേട്ടത് പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നത് അനുവദനീയമല്ല എന്നാണ് ഐകകണ്ഠ്യേനയുള്ള പണ്ഡിത ലോകത്തിന്റെ ഏക ശബ്ദം. ഏതെങ്കിലും ഒരു നിലക്കൊരു ശൃംഖല നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാമെന്നാണ് ഇബ്നു ഖൈറിൽ അശ്ബീലി റളിയല്ലാഹു അൻഹുവിന്റെ നിലപാട്. മുഹമ്മദ് ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു പൈതൃകത്തിന്റെ ചമൽക്കാരം ഒന്നുകൂടി ബോധ്യപ്പെടുത്തുന്നത് കാണാം. ഇന്ന ഹാദൽ ഇൽമ ദീനുൻ ഫൻദുറൂ അമ്മൻ തഅഖുദൂന ദീനകും, നമ്മൾ ഈ കൈകാര്യം ചെയ്യുന്ന ഇൽമ് അത് മതമാണ്. മതം എന്ന് പറഞ്ഞാൽ വദഉൻ ഇലാഹിയ്യുൻ സായിഖുൽ ലിദബിൽ ഉഖൂൽ ബിഖ്തിയാരിഹി ബിൽ മഹ്മൂദ് ഇലാ മാ ഹുവ ഖൈറുൻ ലഹും ബിദ്ദാത്ത്,
നമ്മൾ ഈ കൈകാര്യം ചെയ്യുന്ന ഇൽമ മതമാണ്, അഥവാ ആത്യന്തികമായ സുഖത്തിലേക്കും സമാധാനത്തിലേക്കും എത്തിക്കുന്ന അള്ളാഹുവിന്റെ നിയമസംഹിതയാണ്. അതുകൊണ്ട് ആരിൽ നിന്നാണ് ആ ദീന നിങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് നന്നായി ആലോചിക്കണം, മനനം ചെയ്യണം. എന്നിട്ട് അദ്ദേഹത്തിന്റെ അനുഭവം പറയുന്നു. ശൃംഖലകളില്ലാതെ, പാരമ്പര്യത്തിന്റെ മഹത്വമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ദർസ് നടത്തുന്ന 70 ഉസ്താദുമാരെ ഞാൻ കണ്ടു. ഞാൻ അവരിൽ നിന്ന് ഒരു ഇൽമും ഞാൻ കേൾക്കാൻ നിന്നിട്ടില്ല. കാരണം പാരമ്പര്യത്തിന്റെ പൈതൃകമില്ലാത്തതുകൊണ്ട്. അല്ലാമ ശാഫിഈ റളിയല്ലാഹു അൻഹു വിഷയം ഒന്നുകൂടി ബോധ്യപ്പെടുത്തി തരുന്നത് നോക്കൂ. അല്ലദീ യത്ലുബുൽ ഹദീസ ബിലാ സനദ് കഹാതിബിൽ ലൈലി യഹ്മിലുൽ ഹതബ വഫീ വഹുവ ലാ യദ്രി. പാരമ്പര്യമില്ലാതെ, പൈതൃകമില്ലാതെ ഹദീസ് തേടുന്ന വ്യക്തി അർദ്ധരാത്രിയിൽ വിറക് ശേഖരിക്കുന്നവനെ പോലെയാണ്. അർദ്ധരാത്രി വിറക് ശേഖരിക്കുമ്പോൾ അതിൽ പാമ്പുകളുണ്ടോ, തേളുകളുണ്ടോ, ഹിംസ്ര ജന്തുക്കളുണ്ടോ, ദംശനം ചെയ്യുന്ന ജീവജാലങ്ങളുണ്ടോ എന്നറിയില്ല. അർദ്ധരാത്രി വിറക് ശേഖരിക്കുന്നവനെ പോലെയാണ് പാരമ്പര്യത്തിന്റെ പൈതൃകമില്ലാതെ ഇൽമു തേടുന്നവനെന്ന് അല്ലാമ ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു വാക്ക്, ആദ്യം ഒരു വാക്ക് ഞാൻ കേൾപ്പിച്ചിരുന്നു, ഇന്നമന്നാസു ബിശുയൂഖിഹി. ഈ മറ്റൊരു വാക്ക് ത്വലബുൽ ഇസ്നാദിൽ ആലി സുന്നത്തുൻ അമ്മൻ സലഫ്. മഹത്വമേറിയ പാരമ്പര്യവും ഇസ്നാദും ഇജാസത്തും തേടി യാത്ര ചെയ്യൽ അത് പൂർവികരുടെ ഒരു ശീലമാണ്. മഹത്വമേറിയ, സൗന്ദര്യമേറിയ പാരമ്പര്യവും ശൃംഖലകളും തേടി യാത്ര ചെയ്യൽ അത് പൂർവികരുടെ ഒരു ആചാരവും ശൈലിയും അവരുടെ സ്വഭാവവുമാണ്. അല്ലാമ സുഫിയാൻ തൗരി റളിയല്ലാഹു അൻഹു പറയുന്നത്, അൽ ഇസ്നാദു സിലാഹുൽ മുഅ്മിനി ഫഇദാ ലം യകുൽ ലഹു സിലാഹുൻ ഫബിഅയ്യി ശൈഇൻ യുഖാതിലുഹു. ഈ പാരമ്പര്യം, പൈതൃകം, സിൽസില, ഇസ്നാദ്, ഇജാസത്ത് ഒരു വൈജ്ഞാനികമായ ആയുധമാണ്. ആ വൈജ്ഞാനികമായ ആയുധമില്ലാതെ വൈജ്ഞാനികമായ പോരാട്ടം എങ്ങനെ സാധ്യമാകും? യഹ്യ ഇബ്നു മഈൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മരണാസന്നരായി കിടക്കുന്ന സമയം, ആ സമയത്ത് ഒരാൾ വന്ന് ചോദിച്ചു, മാദാ തഷ്തഹി ഫീ ഹാദിഹിൽ ഹാല. ഈ സമയത്ത് നിങ്ങളുടെ ആഗ്രഹം എന്താണ്? അദ്ദേഹം ചെറിയ രൂപത്തിൽ മറുപടി പറഞ്ഞു, ബൈത്തുൻ ഖാലിൻ വസനദുൻ ആലി. ഒരു ഒഴിഞ്ഞു കിടക്കുന്ന വീട് കിട്ടണം, അതോടൊപ്പം നല്ല മഹത്വമേറിയ പാരമ്പര്യമുള്ള ഉസ്താദുമാരെ ലഭിച്ച് എൻ്റെ ശൃംഖല അവരുടെ ശൃംഖലവുമായി ബന്ധിപ്പിക്കണം. ബൈത്തുൻ ഖാലിൻ വസനദുൻ ആലി. മരിക്കാൻ കിടക്കുന്ന സമയത്തും പാരമ്പര്യമുള്ള, പൈതൃകമുള്ള, അറിവുള്ള മഹാന്മാരുമായി കണക്റ്റഡ് ആവണം എന്ന വലിയ ആഗ്രഹമാണ് അവസാനമായി പങ്കുവെക്കുന്നത്. ബഹുമാനപ്പെട്ട അബൂ ഹാത്തിം അർ-റാസി റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക്, അദ്ദേഹം പറയുന്നു, വലം യകുൻ ഫി ഉമ്മത്തിൻ മിനൽ ഉമമി മുൻദു ഖലഖല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാം ഉമനഉ യഹ്ഫദൂന ആഥാറ റസൂൽ ഇല്ലാ ഫി ഹാദിഹിൽ ഉമ്മത്തി. പൂർവികര ഏതേത് സമുദായം എടുത്താലും അവരവരുടെ പ്രവാചകന്റെ, റസൂലിന്റെ അറിവനുഭവങ്ങൾ അത് ശൃംഖലകളായി സൂക്ഷിച്ച ഒരു അമീനിനെ നമുക്ക് കാണാൻ കഴിയില്ല, ഇല്ലാ ഫി ഹാദിഹിൽ ഉമ്മത്തി, ഈ സമുദായത്തിലല്ലാതെ. പൂർവികരായ സമുദായങ്ങളുടെ, അവരുടെ പ്രവാചകന്മാരുടെ അറിവനുഭവങ്ങൾ അത് കുറ്റമറ്റ രൂപത്തിൽ ശൃംഖലകളായി പാരമ്പര്യം കാത്തു സൂക്ഷിച്ച് പ്രൊട്ടക്ട് ചെയ്തു പോയ ഒരു അനുഭവവുമില്ല, ഇല്ല ഫീ ഹാദിഹിൽ ഉമ്മത്തി. അത് ഈ സമുദായത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. അല്ലാമ നവവി റളിയല്ലാഹു അൻഹു ഒന്നുകൂടി വൈകാരികമായി ഈ വിഷയത്തെ വിശദീകരിക്കുന്നത് കാണാം. വൈകാരികമായി അദ്ദേഹം പറയുന്നു, അൽ ഇസ്നാദു മിനൽ മുഹിമ്മാത്തിൽ മത്ലൂബാത്ത്. പൈതൃകം അത് വളരെ ആവശ്യമുള്ള ഒരു വലിയ ദൗത്യമാണ്, വളരെയധികം ആവശ്യമുള്ള ഒരു ദൗത്യമാണ്. ഓരോ മുദരിസും, ആ മുദരിസിന്റെ കീഴിലുള്ള മുതഅല്ലിമീങ്ങളും അവരവരുടെ സനദും പാരമ്പര്യവും പൈതൃകവും അറിയൽ നിർബന്ധമാണ്. അതറിയാതിരിക്കൽ മോശമാണ്. കാരണം അറിവനുഭവങ്ങളിലെ ഗുരുനാഥന്മാർ നമ്മുടെ ദീനിലെ ഒരു പിതാവിന് തുല്യമാണ്.
അറിവ് അനുഭവങ്ങളിലെ ഉസ്താദുമാർ യഥാർത്ഥത്തിൽ ആത്മീയമായ പിതാക്കന്മാരാണ്. ആബാഉഹു ഫിദ്ദീൻ. എന്നിട്ട് അല്ലാമാ നബവി റളിയല്ലാഹു അൻഹു പറയുന്നു, എങ്ങനെ അങ്ങനെ ആവാതിരിക്കും? അദ്ദേഹം പറയുന്നത് വമുസ്ലത്തുൻ ബൈനഹു വബൈന റബ്ബിൽ ആലമീൻ മഅന്നഹു മഅ്മൂറുൻ ബിദ്ദുആഇ ലഹും വസനാഇ അലൈഹി. അല്ലാഹുവിൻ്റെയും നമ്മുടെ ഇടയിൽ ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ് ആ ഉസ്താദുമാർ. അതുകൊണ്ട് അവർ നമ്മുടെ ആത്മീയരായ പിതാക്കന്മാരാണ്. അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യാനും അവരെ കിട്ടുന്ന സമയങ്ങളിലെല്ലാം പ്രശംസിക്കാനും മഅ്മൂർ നമ്മൾ കൽപ്പിക്കപ്പെട്ടതാണ് എന്നതിൻ്റെ പുറമെ നോക്കൂ, ഒരു വൈകാരികമായ സംസാരമാണ്. ഞാൻ ഇതുവരെ 15 സ്റ്റേറ്റ്മെന്റുകളാണ് വിവിധ പണ്ഡിതന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് കേൾപ്പിച്ചത്. എല്ലാവരും തോരാതെ സംസാരിക്കുന്നത് പൈതൃകത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും സമ്മതത്തിൻ്റെയും സൗന്ദര്യമാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ശൈഖുന അഹ്മദ് കുട്ടി സഖാഫി ഉസ്താദിലൂടെ നമുക്ക് അൽഹംദുലില്ലാഹ് വലിയ പൈതൃകം തന്നെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തുന്ന ഒരു മനോഹരമായ പരമ്പര. ഒരുപാട് സനദുകളിലൂടെ നമുക്ക് ആ വൈജ്ഞാനിക പ്രസരണത്തെ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയും. ഉദാഹരണമായി അവരുടെ അശ്അരി സരണി എടുത്തു നോക്കിയാൽ ബഹുമാനപ്പെട്ട ശൈഖുന അഹ്മദ് കുട്ടി സഖാഫി ഉസ്താദിന്റെ എല്ലാമായ ഗുരുനാഥനാണ് ടി ഉസ്താദ് മർഹൂം. അല്ലാഹുവേ ദറജ ധരിപ്പിച്ചു കൊടുക്കണേ റബ്ബേ. അവരുടെ ശൈഖാണ് എം ബഷീർ മുസ്ലിയാർ ചെറു, അവിഭക്ത സമസ്തയിലെ കേന്ദ്ര മുശാവറംഗമായിരുന്നു. ദറജ ധരിപ്പിച്ചു കൊടുക്കണേ റബ്ബേ. അവരുടെ ഗുരുനാഥനാണ് ബാബ മുസ്ലിയാർ പങ്ങാട്ടൂർ. ബാബ മുസ്ലിയാർ ദറജ ധരിപ്പിച്ചു കൊടുക്കണേ റബ്ബേ. അവരുടെ ശൈഖ് സദഖത്തുല്ലാഹി മുസ്ലിയാർ, അവരുടേത് ഷംസുൽ ഉലമായ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ, അവരുടേത് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി, അവരുടേത് വറപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ, അലി ഹസൻ മഹദൂം, വലി ബാബ മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന അഹമ്മദ് മഹദൂം, അഹമ്മദ് മഹദൂം രണ്ടാമൻ, മമ്മിക്കുട്ടി ഖാദി പൊന്നാനി, അലി ഹസൻ മഹദൂം, അഹമ്മദ് മഹദൂം, ഖാജ മഹദൂം, നൂറുദ്ദീൻ മഹദൂം, അബ്ദുൽ അസീസ് മഹദൂം, അബ്ദുർ റഹ്മാൻ മഹദൂം, ഉസ്മാൻ മഹദൂം, ചെറിയ സൈനുദ്ദീൻ മഹദൂം, ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു, സക്കരിയ അൽ അൻസ്വാരി, ജലാലുദ്ദീൻ അൽ മഹല്ലി, അബ്ദുർ റഹീം അൽ ഇറാഖി, അലാഉദ്ദീൻ അലി ഇബ്നു ഇബ്രാഹിം, യഹ്യ ഇബ്നു ഷറഫ് നബവി അൽ ഇമാം റബ്ബനി സല്ലം, മുഹമ്മദ് അൽ ഖസ്ബീനി, അബ്ദുൽ ഗഫാർ അൽ ഖസ്ബീനി, അബുൽ ഖാസിം അൽ റാഫിഈ, വാലിദുഹു അൽ റാഫിഈ അൽ ഇമാം നൈസാബൂരി, ഖുദ്ദത്തുൽ ഇസ്ലാം അബൂ ഹമീദ് അൽ ഗസാലി, ഇമാമുൽ ഹറമൈനി അബൂ മുഹമ്മദ് അൽ ജുവൈനി, അബൂബക്കർ ഖഫാൽ മർവസി, അബൂ സയ്യിദ് മർവസി, അബൂ ഇസ്ഹാഖ് മർവസി, അഹ്മദ് അൽ ബഗ്ദാദി, അൽ ഇമാമുൽ അൻമാത്തി റബീഉൽ മുറാദി, അൽ ഇമാം ഷാഫിഈ, മുസ്ലിം അസ്സജ്ജി, അബ്ദുൽ മലിക് ഇബ്നു ജുറൈജ്, അതാ ഇബ്നു അബി റബാഹ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. അവരുടെ എല്ലാം ഗുരുനാഥനാണ് സയ്യിദുന വസനദുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അശ്അരികളാണ്, ഷാഫിഈ മദ്ഹബുകാരാണ് ഈ പറഞ്ഞ ഗുരുനാഥന്മാരെല്ലാവരും. അല്ലാഹു തആല അവരുടെ എല്ലാം പൊരുത്തം നമുക്ക് പ്രദാനം ചെയ്യുന്നു. അതുപോലെ മാതിരിദി ഹനഫി പരമ്പര പ്രകാരവും അവരുടെ ഗുരു പരമ്പര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുന്നുണ്ട്. കാരണം സഖാഫി ബിരുദധാരിയാണ്. അതുകൊണ്ട് തന്നെ ശൈഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തിച്ചേരും. ശൈഖുന സുൽത്താനുൽ ഉലമയുടെ ഒരു പരമ്പര അഹ്മദ് റസാ ഖാൻ ബറലവിയിലൂടെ അബൂ ഹനീഫത്ത് അൽ കൂഫി റളിയല്ലാഹു അൻഹുവിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് വേണം. അഥവാ നമ്മുടെ ശൈഖുന അഹ്മദ് കുട്ടി സഖാഫി ഉസ്താദ്, അവരുടെ ഗുരുനാഥൻ സുൽത്താനുൽ ഉലമ, അവരുടെ ബിംബിച്ചാലി ഉസ്താദ്. ബിംബിച്ചാലി ഉസ്താദുകളെ നേരിട്ട് പഠിപ്പിച്ചു അന്നേക്ക് പോകും. ബിംബിച്ചാലി ഉസ്താദ്, അവരുടെ ഗുരുനാഥനാണ് അബ്ദുറഹ്മാൻ കുട്ടി മുസ്ലിയാർ മണ്ണുങ്ങൽ, അവരുടേത് അഹ്മദ് ബോയ ഷാലിയാറ്റി, അവരുടേത് അഹ്മദ് റസാ ഖാൻ ബറൈലി, അവരുടേത് അബ്ദുൽ അലി ഖാൻ റാബൂരി, അവരുടേത് ഫളുൽ ഹഖിൽ ഖൈറാബാദി, അവരുടേത് അബ്ദുൽ ഖാദിർ, അവരുടേത് ഷാഹു വലിയുല്ലാഹി ദഹ്ലവി, അവരുടേത് അത്താജുൽ ഖലബി, അവരുടേത് അബുൽ അസാർ അൽ ഉജൈമി, അവരുടെ ഗുരുനാഥൻ അബ്ദുൽ ഖനി നാബിൽസി, അവരുടേത് ഷിഹാബുദ്ദീൻ അൽ ഖഫാജി, അവരുടേത് സഅദുദ്ദീൻ ഖ്വാജ, അവരുടേത് അബൂ സുഊദ് അൽ ഇമാദി അൽ മുഫസ്സിർ, അവരുടേത് അബ്ദുറഹ്മാൻ ഇബ്നു അലി മുഅബ്ബദ് സാദ, അവരുടേത് സഅദുല്ലാഹ്, അവരുടേത് മുഹമ്മദ് സാമസൂനി, അവരുടേത് ഹസൻ സാമസൂനി, അവരുടേത് ഇല്യാസ്, അവരുടേത് മുഹമ്മദ് ഖ്വാജ ബാർസ, അവരുടേത് മുഹമ്മദ് ത്വാഹിരി, അവരുടേത് സദർ ശരീഅ ഉബൈദുല്ലാഹ്, അവരുടേത് താജു ശരീഅ മഹ്മൂദ്, അവരുടേത് സദർ ശരീഅ അക്ബർ അഹ്മദ്, അവരുടേത് ഇമാദുദ്ദീൻ ഉബൈദുല്ലാഹിൽ മഹ്മൂബി, അവരുടേത് ഇമാദുദ്ദീൻ ഉമർ സജ്ജരി,
അവരുടേത് ഷംസുൽ അയിമ ബക്കർ സഞ്ചരി, അവരുടേത് ഷംസുൽ അയിമ അബ്ദുൽ അസീസ് അൽ ഹൽവാനി, അവരുടേത് ഖാദി അബൂ അലി ഹുസൈൻ ഖദർ നസഫി, അവരുടേത് അബൂബക്കർ അൽ ബുഖാരി, അവരുടേത് അബ്ദുല്ലാഹി സബദമൂനി, അവരുടേത് അബൂ ഹഫ്സ സഗീർ അൽ ബുഖാരി, അവരുടേത് അബൂ ഹഫ്സ അൽ കബീർ അൽ ബുഖാരി, അവരുടേത് ഇമാം റബ്ബാനി മുഹമ്മദ് ബിൻ ഹസൻ ഷൈബാനി, അവരുടേത് ഇമാം അൽ ആദം അബൂ ഹനീഫ അൻ-നുഅ്മാൻ റളിയല്ലാഹു അൻഹു അൽ കൂഫി, അവരുടേത് ഹമ്മാദ് ബിൻ സയ്യിദ്, അവരുടേത് ഇബ്രാഹിം ബിൻ നഖഈ, അവരുടേത് അൽഖമ, അവരുടേത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, അവരുടേത് സയ്യിദുനാ വസനദുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഗുരു പരമ്പരയിലെ ഓരോ കണ്ണികളുടെയും പൊരുത്തം നൽകണേ റബ്ബേ. അതുപോലെ നമ്മുടെ ശൈഖുന ധരിച്ചിട്ടുള്ള തലപ്പാവ്, സുൽത്താനുൽ ഉലമ നമുക്ക് തലപ്പാവ് തരുന്ന സമയത്ത്, സനദ് തരുന്ന സമയത്ത്, കോട്ട് തരുന്ന സമയത്ത് സനദ് അത് ചൊല്ലിയിട്ടാണ് നമുക്ക് ആ തലപ്പാവും കോട്ടും സനദും ഒക്കെ തരാറുള്ളത്. ആ തലപ്പാവിന്റെ പരമ്പര നോക്കൂ നിങ്ങൾ. ആ തലപ്പാവിന് ഇജാസത്ത് കൊടുത്തത് ശൈഖുന സുൽത്താനുൽ ഉലമ, അവർക്കതിന് ഇജാസത്ത് കൊടുത്തത് അബുൽ ഫൈദി യാസീൻ ഫാദാനി റളിയല്ലാഹു അൻഹു, അവരുടേത് അബ്ദുല്ലാഹി അൽ ഗാസി റളിയല്ലാഹു അൻഹു, അവരുടേത് അബ്ദുർ റസാഖ് ദിമഷ്ഖി റളിയല്ലാഹു അൻഹു, അവരുടേത് മുഹമ്മദ് ദിമഷ്ഖി റളിയല്ലാഹു അൻഹു, അവരുടേത് ഇബ്രാഹിം അൽ ബാജൂരി റളിയല്ലാഹു അൻഹു, അവരുടേത് അബ്ദുല്ലാഹി ഷർഖാവി റളിയല്ലാഹു അൻഹു, അവരുടേത് മുഹമ്മദ് അൽ ഹനഫി റളിയല്ലാഹു അൻഹു, അവരുടേത് അഹ്മദുൽ ഖലീഫി റളിയല്ലാഹു അൻഹു, അവരുടേത് അലി ഷിബ്ര മുല്ലസി റളിയല്ലാഹു അൻഹു, അവരുടേത് അലിയുൽ ഹലബി റളിയല്ലാഹു അൻഹു, അവരുടെ ഷെയ്ഖ് അലിയു സിയാദി, അവരുടെ ഷെയ്ഖ് അഹ്മദുൽ മക്കി റളിയല്ലാഹു അൻഹു, അവരുടേത് യൂസുഫ് അർമിയൂനി റളിയല്ലാഹു അൻഹു, അവരുടേത് അബ്ദുറഹ്മാൻ സുയൂത്തി റളിയല്ലാഹു അൻഹു, അവരുടേത് അബ്ദുല്ലാഹി സാബി റളിയല്ലാഹു അൻഹു, സീനാൻ സാബി, അവരുടേത് അബ്ദുൽ വഹാബ് സുബ്കി റളിയല്ലാഹു അൻഹു, അവരുടേത് അഹ്മദുൽ ജസരി റളിയല്ലാഹു അൻഹു, അവരുടേത് മുഹമ്മദുൽ ഹംബലി റളിയല്ലാഹു അൻഹു, അഹ്മദുൽ സലഫി റളിയല്ലാഹു അൻഹു, അഹ്മദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, ഇസ്മാഈൽ ബന്താമി റളിയല്ലാഹു അൻഹു, നുഅ്മാനുൽ വാസിത്തി റളിയല്ലാഹു അൻഹു, ഹസൻ ബിൻ ഖലഫ് റളിയല്ലാഹു അൻഹു, ഉബൈദുല്ലാഹി ബിൻ തമാം റളിയല്ലാഹു അൻഹു, ഖാലിദുൽ ഖുസാഇ റളിയല്ലാഹു അൻഹു, ഗുനൈം ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു, അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു. അവർ പറഞ്ഞു, ഇന്ന ജിബ്രീൽ അലൈഹിസ്സലാം നസല അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലൈഹി ഇമാമത്തുൻ സൗദാഉ ഖദ റഖാദു ആബതഹ മിൻ വറഇഹി. നോക്കൂ, തലപ്പാവെടുത്താലും അതിനൊരു പൈതൃകമുണ്ട്, പാരമ്പര്യമുണ്ട്. ഞാൻ ആ ബാബ് അടക്കുകയാണ്. പറയാൻ തുനിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ടാകും. ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകളുടെ ഫൈദാനുൽ മുസൽസല വൽ ഇജാസാത്തുൽ മുതദാവല എന്ന ഗ്രന്ഥം ഏറെക്കുറഞ്ഞത് മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. ഉസ്താദിനത് ചൊല്ലിക്കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല നമ്മുടെ കിതാബുകളിലൂടെയുള്ള ഉസ്താദുമാരിലൂടെയുള്ള ഈ പൈതൃകവും പാരമ്പര്യവും അത് പരലോകത്തേക്കുള്ള വലിയ ബാന്ധവമായി അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഉസ്താദുമാർ നമ്മുടെ സ്വകാര്യവും പരസ്യവുമായ അഹങ്കാരമാണ്, അഭിമാനമാണ്. അവരാണ് നമുക്ക് എല്ലാ ഇൽമും പറഞ്ഞു തന്നത്. ഇന്ന് ആദർശ വീര്യത്തോടുകൂടെ അഭിമാനത്തോടുകൂടെ നമ്മൾ ജീവിക്കുന്നതും തല ഉയർത്തി നിൽക്കുന്നതും ആ ഉസ്താദുമാർ ആധികാരികമായ അറിവനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഇട്ടു തന്നതുകൊണ്ടാണ്, സമർപ്പിച്ചതുകൊണ്ടാണ്. ഇൽമിനോടും ഇൽമിൻ്റെ അഹ്ലുകാരോടുമുള്ള ആദരവാണ് ഈ വേഷത്തിൻ്റെയും നമ്മുടെ ഇൽമിൻ്റെയും ഏറ്റവും വലിയ പ്രത്യേകത. കിതാബുകളോടുള്ള ആദരവ്. ബഹുമാനപ്പെട്ട അബുൽ അലാഇൽ ഹമദാനി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഇൽമിനോടുള്ള സ്നേഹം ഈ വിനീതന്റെ അഭിമന്യ ഗുരുവര്യർ ഖലഖുൽ ഇസ്ലാം കോടമ്പുഴ ബാബ ഉസ്താദ് മിക്കവാറും പഠിപ്പിക്കാറുണ്ട്. എവിടെ കിതാബുണ്ടെന്ന് കേട്ടാലും അങ്ങോട്ട് ചെല്ലും, ആ കിതാബ് വില കൊടുത്തു വാങ്ങും. അപ്പോഴാണ് ഇബ്നുൽ ജവാലിഖി എന്ന പണ്ഡിതന്റെ വഫാത്തും ആ വഫാത്തിന്റെ ശേഷം അദ്ദേഹത്തിന് പണ്ഡിതന്മാരായ മക്കളൊന്നും ഇല്ലാത്തത് കൊണ്ട് കിതാബുകളെല്ലാം ബഗ്ദാദിന്റെ കവലയിൽ ലേലത്തിന് വേണ്ടി വെച്ചിരിക്കുന്നെന്ന് വിവരം പറയുന്നത്. ഉടനെ അദ്ദേഹം അതിൻ്റെ അരികിലേക്ക് പോയി 60 ദീനാറ് വില പറഞ്ഞു. കയ്യിൽ കാശില്ല, വീട് വിറ്റു. 100 ദീനാറിൻ്റെ 60 ദീനാറിൻ്റെ കിതാബും വാങ്ങി, 40 ദീനാറ് ചെറിയൊരു വീടും വാങ്ങി. അദ്ദേഹത്തിൻ്റെ എപ്പോഴുമുള്ള ദുആ, അല്ലാഹുവേ, കിതാബുകളെ സ്നേഹിച്ചതുപോലെ ഇൽമിനെ സ്നേഹിച്ചതുപോലെ എൻ്റെ ഖബറിൻ്റെ ഉള്ളിലും കിതാബുകളെയും ഇൽമിനെയും സ്നേഹിക്കാൻ തൗഫീഖ് നൽകണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ദുആ. അദ്ദേഹത്തിൻ്റെ വഫാത്തിൻ്റെ ശേഷം അദ്ദേഹത്തെ പലരും സ്വപ്നം കാണുന്നു, മഹബൂബിങ്ങളും മുരീദുമാരെല്ലാം സ്വപ്നം കാണുന്നു. കാണുന്ന രംഗം എങ്ങനെയാണ്? വിശാലമായൊരു നഗരം, സിറ്റി. ആ സിറ്റിയുടെ എല്ലാ ഭാഗത്തും ഒരുപാട് കിതാബുകളുണ്ട്, കയ്യിലും കിതാബുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ഒരു ജീവിതത്തിലും നിങ്ങൾക്ക് കിതാബുകളോടൊപ്പം ആനന്ദിക്കാൻ എങ്ങനെ അവസരം ലഭിച്ചു? അബുൽ അലാഇൽ ഹമദാനി റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഞാൻ എൻ്റെ ദുന്യവിയായ ജീവിതകാലത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും
ദുആ ചെയ്തതും ഈ ഇൽമുമായുള്ള ബന്ധത്തിന് വേണ്ടിയാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കി. അതിന്റെ അനുഭവമാണ് ഞാനിതാ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അബുൽ അലാഇൽ ഹമദാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതുപോലെ ബഖീ ഇബ്നു മഖ്ലദ് ഉസ്താദിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണ്. ആ ശിഷ്യനെ ചൂണ്ടി അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ചൂണ്ടി പറയാറുണ്ട്, ഇദ്ദേഹമാണ് യഥാർത്ഥ മുതഅല്ലിം, ഇതാണ് യഥാർത്ഥ ശിഷ്യൻ എന്ന് എപ്പോഴും ചൂണ്ടി പറയാറുണ്ട്. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ബഖീ ഇബ്നു മഖ്ലദ് എന്ന ശിഷ്യനെ ചൂണ്ടി. അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ടായിരുന്നു. കാരണം ബഖീ ഇബ്നു മഖ്ലദ് ഒരു 18 വയസ്സുള്ള സമയത്താണ് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് പഠിക്കാൻ വേണ്ടി ചെല്ലുന്നത്. അങ്ങനെ യാത്ര പകുതിയിലെത്തിയപ്പോൾ ആരോ പറഞ്ഞു, ഒരു ബിദഈയായ രാജാവ് അധികാരം കൈയാളുന്നത് കൊണ്ട് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന് ദർസ് നടത്താൻ അനുമതിയില്ല, ദർസിനുള്ള അനുമതി നിഷേധിച്ചിട്ടുണ്ട്. അദ്ദേഹം വീട്ടു തടങ്കലിലാണുള്ളത്, ദർസ് അതിന് പെർമിഷൻ ഇല്ല. എന്നാലും അദ്ദേഹം നിശ്ചയദാർഢ്യത്തോടുകൂടെ, കോൺഫിഡൻസോടുകൂടെ, ആത്മവിശ്വാസത്തോടുകൂടെ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു എന്ന വലിയ മുദരിസിന്റെ നാട്ടിലേക്ക് എത്തി. അദ്ദേഹം ചെയ്തത് ഒരു പിച്ചക്കാരന്റെ വേഷത്തിലാണ് പോകുന്നത്. ആ നാട്ടിൽ പിച്ചക്കാരെ സ്വീകരിച്ചിരുന്ന വേഷം ഒരു കീറിപ്പറഞ്ഞൊരു ഡ്രസ്സ്, ഒരു മങ്ങിയ തലപ്പാവ്, കയ്യിലൊരു പാത്രം, ഒരു വടിയും. പിച്ചക്കാരവിടെ പറയാറുള്ള ഒരു വാക്കും ഉച്ചരിച്ചുകൊണ്ട് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വന്നു. പിച്ചക്കാരന് പണം വിട്ടുകൊടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നത് പോലെ അഹ്മദ് റളിയല്ലാഹു അൻഹു പുറത്തേക്ക് ഇറങ്ങി. ആ സ്വകാര്യ സംസാരത്തിൽ ഈ ശിഷ്യൻ പറഞ്ഞു, ഈ മോന് പറഞ്ഞു, ഉസ്താദെ, ഞാൻ വളരെ ദൂരെ നിന്നാണ് വരുന്നത്, നേരിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് ദർസ് പഠിക്കാൻ അനുമതി ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് എല്ലാ ദിവസവും ഒരു പിച്ചക്കാരന്റെ വേഷവിധാനത്തിൽ ഞാൻ നിങ്ങളെ സമീപിക്കും. അപ്പോൾ പിച്ചക്കാരന് പണം വിട്ടുകൊടുക്കാൻ വേണ്ടി പുറത്തേക്ക് വരുന്നത് പോലെ പുറത്തേക്ക് വന്ന് നിങ്ങൾ എനിക്ക് ഓരോ ഹദീസ് പറഞ്ഞു തരണം. അനേകം ദിവസങ്ങളിലൂടെ അങ്ങനെ വന്ന് 300-ലധികം ഹദീസുകൾ മനഃപ്പാഠമാക്കി. വേഷവിധാനം പിച്ചക്കാരന്റെ വേഷം. നേരിട്ടൊരു മുതഅല്ലിമിന്റെ വേഷത്തിൽ ആ മോന് പോവാൻ കഴിയില്ല. കാരണം വീട്ടു തടങ്കലിലാണ്, ബിദഈയായ രാജാവിന്റെ അധികാരമാണ്. അനേകം ദിവസങ്ങളിലൂടെ 300-ലധികം ഹദീസുകൾ പഠിപ്പിച്ചു കൊടുത്തു. അവസാനം അവിടെ ഭരണമാറ്റമുണ്ടായി. ഒരു സുന്നിയായ ഭരണാധികാരി അധികാരത്തിൽ വന്നു. അപ്പോൾ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ദർസ് പുനരാരംഭിക്കാനുള്ള പെർമിഷൻ ഉണ്ടായി, അനുമതി ഉണ്ടായി. അപ്പോൾ ദർസ് പുനരാരംഭിച്ചപ്പോൾ ആ ദർസിന്റെ മുൻനിരയിൽ തന്നെ വന്നിരിക്കും. അപ്പോൾ ആ ശിഷ്യനെ ചൂണ്ടി അഹ്മദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണ്, ഹാദാ ഹുവൽ മുതഅല്ലിമുൽ ഹഖീഖി. ഈ കുട്ടിയാണ് യഥാർത്ഥ ശിഷ്യൻ, ഈ കുട്ടിയാണ് യഥാർത്ഥ മുതഅല്ലിം. അറിവ് അനുഭവങ്ങളുടെ ശേഖരണത്തിന് വേണ്ടി ആ കുട്ടിയോളം വലിയ സമർപ്പണം നടത്തിയ മറ്റൊരു അനുഭവം നമുക്ക് കാണാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പാരമ്പര്യവും ഈ പൈതൃകവും ഈ സമ്മതവും അതിനൊരിക്കൽ പോലും മങ്ങലേൽക്കാതെ ഓരോ ദിവസവുമുള്ള നമ്മുടെ മുതാലകളിലൂടെയും ഉസ്താദുമായുള്ള അഭേദ്യമായ ബന്ധത്തിലൂടെയും അത് ശോഭയ്ക്ക് മീതെ ശോഭ കൂട്ടാൻ, ചമൽക്കാരത്തിനു മീതെ ചമൽക്കാരം വർദ്ധിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. ഈ മുൽത്തഖൽ അഹിബ എന്ന ഈ സംഗമത്തിനു ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് എല്ലാവിധ സന്തോഷങ്ങളും നേരുന്നു. അഭിവന്ദ്യ ശൈഖുന അഹ്മദ് കുട്ടി സഖാഫി ഉസ്താദിനും നമ്മുടെ ഉസ്താദുമാർക്ക് എല്ലാവർക്കും വലിയ ആഫിയത്തും റാഹത്തും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ എന്ന് ഹൃദയമറിഞ്ഞ് ദുആ ചെയ്യുന്നു. അവരോടുള്ള ഈ വിനീതന്റെ മഹബത്ത് പിതാവിന്റെ വലിയ മഹബൂബ് എന്ന നിലക്കുള്ള മഹബത്താണ്. ആ നിലക്കും ഒരു മഹബത്ത്. ഇന്ന അബറൽ ബിരി അൻ യസില റജുലു ഉത്താബിഹി. വിട പറഞ്ഞ ബാപ്പാക്ക് ഖബറിൽ കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഹദിയ ആ പിതാവ് ജീവിതകാലത്ത് ബന്ധം സ്ഥാപിച്ചവരെ നന്നായി സ്നേഹിക്കുക, അവരെ നന്നായി ആദരിക്കുക. ഈ അർത്ഥത്തിൽ ഈ വിനീതന്റെ പിതാവിന്റെ ജീവിതകാലത്തും അവരുമായി വേദ്യമായ ബന്ധം സ്ഥാപിച്ചയാളാണ് അഭിവന്ദ്യ ഉസ്താദ്. അതുകൊണ്ട് ആ സ്നേഹബന്ധം പിതാവിന്റെ ഖബറിൽ വലിയ ആനന്ദം ഉണ്ടാക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أما بعد. ബഹുമാനപ്പെട്ട സയ്യിദ് ജസീൽ തങ്ങൾ
വേഗത്തിൽ തന്നെ നിർവഹിച്ചു. അദ്ദേഹത്തിൻ്റെ അനിയനാണല്ലോ ബഹുമാനപ്പെട്ട ജലീൽ തങ്ങൾ, ജ്യേഷ്ഠനാണ്. ആ കുടുംബവുമായി അവരുടെ ഉപ്പയുമായി മർക്കസ് സ്വകാര്യത്തെ സുഖിയെ കുറിച്ചുള്ള ബന്ധം ബഹുമാനപ്പെട്ട അവരുടെ ഉപ്പ യാത്രയൊക്കെ പോയതിന് ശേഷമാണ് മർക്കസിലേക്ക് വരുന്നത്. അങ്ങനെ മർക്കസിൽ നമ്മൾ പഠിക്കുന്ന കാലത്താണ് അദ്ദേഹം ഉള്ളത്. അന്നുള്ള ആ ബന്ധത്തിലാണ് ബഹുമാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രനായ ജലീൽ തങ്ങളെ നമ്മളെ രംഗത്തേക്ക് പറഞ്ഞത്. ആ ഒരു ബന്ധം നാളെ സ്വർഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലു ബൈത്തിന്റെ കൂടെ നമുക്ക് ഒരുമിച്ച് കൂടാനുള്ള ഒരു ബന്ധമായി അല്ലാഹു നിലനിർത്തി തീരുമാനമാണ്. അഹ്ലു ബൈത്താണല്ലോ നമുക്ക് ഏറ്റവും വലിയ എടുത്തമുള്ളത്. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാനാണ്. 4 ഇമാമിങ്ങളുടെ കൂട്ടത്തിൽ അഹ്ലു ബൈത്തിൽപ്പെട്ടവർ ബഹുമാനപ്പെട്ടവർ മാത്രമാണ്. മഹാനവറുകൾ തന്നെ പറഞ്ഞത്, എനിക്ക് എൻ്റെ അഹ്ലു ബൈത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലു ബൈത്താണ് നാളെ രക്ഷപ്പെടാനുള്ള മാർഗം എന്നാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അങ്ങനെയുള്ള ആ അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാനായ ഇമാം ഷാഫിഈ തങ്ങളാണ് നമ്മുടെ ഒക്കെ മദ്ഹബിൻ്റെ ഇമാമുള്ളത്. അർജൂബിയിൽ ഷഹീഫത്തി നാളെ അവരെ കാരണമായിട്ട് എൻ്റെ വലം കൈയിൽ ഏഴ് നൽകപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു എന്നാണ് അലുന്നബിഹി ദബീഅത്തി വഹും ഇലൈഹി വസീലത്തി അർജൂ ബിഹിം വഇത്താബദ ബിയദിൽ യമിനി സ്വഹീഫത്തി എന്ന് മഹാനായ ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞതാണ്. നാളെ ആ വലം കൈയിൽ കിതാബ് നൽകപ്പെടുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത് അഹ്ലു ബൈത്തിനോടുള്ള ബന്ധം കൊണ്ടാണ്. അവരാണ് എൻ്റെ എല്ലാം എല്ലാം എന്ന് പറഞ്ഞ ഇമാം ഷാഫിഈ തങ്ങൾ. അങ്ങനെ നമ്മുടെ ഉസ്താദന്മാരുടെ പരമ്പരയൊക്കെ പോയി മുട്ടുന്നത് ഇമാം ഷാഫിഈ തങ്ങളിലേക്കാണ്. ആ ഇമാം ഷാഫിഈ ഇവിടെ തങ്ങൾ 2-3 പരമ്പരകൾ ഇവിടെ പറഞ്ഞു. അദ്ദേഹത്തിനൊക്കെ കാണാൻ പാടുണ്ട്. അദ്ദേഹത്തിൻ്റെ എഴുത്ത് നമുക്കാർക്കില്ല. നമ്മളൊരു കൊല്ലമൺകെട്ടാൻ പഠിക്കുന്ന മുൻകൊണ്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ ഏറ്റ് നോക്കി വായിച്ചത് എന്താ കാണാതെ പറഞ്ഞു. എവിടെ നിന്നും തന്നെ എല്ലാ മൂപ്പര അഹ്ലു ബൈത്തിന്റെ പരമ്പരയും മൂപ്പർക്ക് കാണാപ്പാടാണ്. ഇതുപോലെയുള്ള ഉസ്താദുമാരെ എല്ലാ ഉസ്താദുമാരുടെയും അഹ്ലു ബൈത്തിന്റെ പരമ്പര റസൂലിലേക്ക് മുട്ടുന്ന പരമ്പര കാണാപ്പാടാണ്. അത് അല്ലാഹു തആല നമുക്ക് കൊടുത്തൊരു വലിയ കഴിവാണ്. ഹിഫ്ദിൽ വലിയ കഴിവ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഇവിടെ വെച്ച് 1-2 പരമ്പര നമ്മുടെ ഉസ്താദുമാരിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ടുന്ന പരമ്പരകൾ ഇവിടെ വെച്ച് പറഞ്ഞു. നമ്മൾ ദർസിൽ പഠിച്ച ഉസ്താദുമാരുടെ ആ പരമ്പര ഒരു പരമ്പര ഞാൻ നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ വിദ്യാർത്ഥികൾക്കൊക്കെ കൊടുക്കാമെന്ന് ഉദ്ദേശിച്ചിരുന്നു. അത് പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കാശിന് ഏൽപ്പിച്ചിരുന്നു. അതിവിടെ ഇൻഷാ അല്ലാഹ് തരും. ബഹുമാനപ്പെട്ട ടി ഉസ്താദ് മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ മുട്ടുന്ന ഒരു പരമ്പര. നേരത്തെ തങ്ങൾ പറഞ്ഞെങ്കിലും ആ പറഞ്ഞത്
ഇടയ്ക്ക് വെച്ച ആ പരമ്പരയിൽ കുറച്ചങ്ങോട്ട് വേറെ ഉസ്താദിലേക്ക് പോയി. ഇന്നൊക്കെ പരമ്പര തന്നെയാണ്, ആ പരമ്പരയിൽ പെട്ടത് തന്നെയാണ്. അത് കുറേ പരമ്പരകളുണ്ട്. എല്ലാം അധികവും ചെന്ന് മുട്ടല് പൊന്നായി മഹദൂമിങ്ങളിലേക്കാണ്. അവിടുന്ന് അങ്ങോട്ട് പിന്നൊക്കെ എല്ലാവർക്കും ഒന്നിനും എല്ലാ ഉസ്താദുമാർക്കും അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒക്കെ ഒരു പരമ്പര തന്നെയായിരിക്കും. ബഹുമാനപ്പെട്ട ഉമർ ഖാദി അവർകളിലേക്കാണ് നമ്മുടെ ഒരു പരമ്പര കിട്ടുന്നത്. അവരിലേക്ക് തന്നെയാണ് ഒരുപാട് ഉസ്താദുമാരുടെയും പരമ്പര. അത് കഴിഞ്ഞാൽ പിന്നെ മഹദൂമികളാണ്. പിന്നെ അത് കഴിഞ്ഞാലാണ് ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന ബഹുമാനപ്പെട്ട ജലീൽ തങ്ങൾ കാണാതെ പറഞ്ഞ ആളുകളൊക്കെ അവിടുന്ന് അങ്ങോട്ടുള്ള ആളുകൾ, റസൂൽ വരെ മുട്ടുന്ന ആളുകൾ, അതെല്ലാ ഉസ്താദുമാർക്കും ഉള്ള പരമ്പരയാണ്. ഏതായിരുന്നാലും നാമൊക്കെ വളരെ അറിവ് കുറഞ്ഞവരും മറ്റ് എല്ലാ നിലക്കും കഴിവില്ലാത്തവരുമാണെങ്കിലും നമ്മുടെ പരമ്പര അല്ലാഹുവിൻ്റെ റസൂലിലേക്ക് മുട്ടുമെന്നതിൽ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. രക്ഷപ്പെടാനുള്ള വലിയൊരു മാർഗമാണ്. നമുക്ക് ആ സിൽസിലയിലൂടെ അല്ലാഹുവിൻ്റെ റസൂലിലേക്ക് എത്തിപ്പെടാൻ കഴിയുമെന്നുള്ളത് തന്നെ നേരത്തെ തങ്ങളുണർത്തിയതുപോലെ പരമ്പര മനസ്സിലാക്കുകയും കാണാതെ മനസ്സിലാക്കുകയും അത് പഠിക്കുകയും ചെയ്യേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ്. ഓരോരുത്തർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. കാരണം അവരൊക്കെ നമ്മുടെ ഉപ്പാപ്പന്മാരുടെ സ്ഥാനത്താണ്. സാധാരണ ഉപ്പാപ്പന്മാരല്ല, നമ്മുടെ റോഹിയായ നിലക്കുള്ള ബന്ധമുള്ള ആത്മാവുമായി ബന്ധിക്കുന്ന മഹാന്മാരായ ഉപ്പാപ്പന്മാർ. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് നാം മനസ്സിലാക്കുകയും അവർക്ക് വേണ്ടിയൊക്കെ ഒരു ദിവസത്തിൽ ഒരു ഫാത്തിഹ എങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ ചൊല്ലുകയും വേണം. മശായിഖന്മാർ എന്ന് പറഞ്ഞാൽ അവരാണ് നമ്മുടെ മശായിഖന്മാർ. അല്ലാഹുവിൻ്റെ റസൂലിലേക്ക് മുട്ടുന്ന ആ വലിയ ആലിമീങ്ങളാണ് നമ്മുടെ മശായിഖന്മാർ. ആ മശായിഖന്മാരുടെ പേരിൽ നാം ഫാത്തിഹ നിർവഹിക്കുകയും അവരുടെ പൊരുത്തത്തിന് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യുക. അതാണ് നമുക്ക് ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യവും ഉയർച്ചയും ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനമായ ഒരു മാർഗം. അവരെ നാം ഒരിക്കലും മറന്നു പോകരുത്. മറക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഉപ്പയെ നമ്മൾ മറക്കുന്നത് പോലെയായിരിക്കും. അവരുമായുള്ള ബന്ധം നമുക്കത്രയും വലിയ ബന്ധമാണ്. നാം അവരെ കാണാത്തവരാണെങ്കിലും അവർക്ക് ചെയ്യാനുള്ളത് ചെയ്യാൻ നമുക്ക് സാധിക്കും. അവരിലേക്ക് ഹദിയ ചെയ്യാനും അവർക്ക് വേണ്ടി ദുആ ചെയ്യാനും അവരുടെ കൂട്ടത്തിൽ നമ്മെ ചേർക്കാനും അല്ലാഹുവിനോട് ദുആ ചെയ്യാനും അത് നമുക്ക് സാധിക്കുന്ന കാര്യമാണ്. അത് നാം എപ്പോഴും ദുആ ചെയ്യുകയും അവർക്ക് വേണ്ടി ഹദിയകൾ നൽകുകയും ചെയ്യുക എന്നുള്ളത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റില്ല. നമ്മുടെ ആ പരമ്പര കൊണ്ടുവന്നില്ല, അത് തിരുവച്ചനോട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കൊടുക്കല്ല. ഈ സെഷൻ അതായത് നീ തന്നെ അത് കൊടുത്താൽ പിന്നെ സമയത്ത് അതുവരെ ഫ്രെയിം ചെയ്യാൻ കൊടുത്തിരുന്നു. എന്നാൽ പിന്നെ അങ്ങനെയാണെങ്കിൽ അതുകൂടെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ വിതരണം. ബഹുമാനപ്പെട്ട നമുക്കൊരു പരമ്പര, നമ്മുടെ പരമ്പരയ്ക്ക് ഒരു പ്രത്യേകത കൂടുതലുണ്ട്. ഒന്ന്, ഇപ്പോൾ അപ്പുറത്ത് ഉള്ള പണ്ഡിതന്മാർ, വലിയ പണ്ഡിതന്മാരിലേക്ക് നമ്മുടെ പരമ്പര അതിലൂടെ പോകുന്നുണ്ട്. ഇപ്പുറത്തുള്ള പണ്ഡിതന്മാരിലൂടെയും നമ്മുടെ പരമ്പര പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് പണ്ഡിതന്മാരെയും ഒരുമിച്ച് നമ്മുടെ പരമ്പരയിൽ കിട്ടുന്നുണ്ട്. ബഹുമാനപ്പെട്ട AP ഉസ്താദിൻ്റെ പരമ്പരയിലൂടെ നമുക്ക് പരമ്പരയുണ്ട്. അതോടുകൂടെ ബിച്ചാരി ഉസ്താദിൻ്റെ പരമ്പരയിലുള്ള പരമ്പര നമുക്കുണ്ട്.
അതുപോലെ നമ്മളെ ഇപ്പോൾ നമ്മുടെ വിഭാഗമായി പറയുന്ന ആലിമീങ്ങളാണ്. അതുപോലെ അപ്പുറത്തുള്ള ആലിമീങ്ങൾ മാനപ്പെട്ട ടി ഉസ്താദിൻ്റെ ഉസ്താദ് എന്നും ബഷീർ മുസ്ലിയാരായിരുന്നു. അവരുടെ ഉസ്താദ് കോട്ടുമലയായിരുന്നു. കോട്ടുമല എന്ന് പറഞ്ഞാൽ പട്ടിക്കാട് ദർശനം നടത്തിയിട്ട് അവിടുന്ന് പൈസ ബില്ലെടുക്കാൻ വേണ്ടി പോയ ആ ബന്ധമല്ല. കോട്ടുമല ഉസ്താദ് കോട്ടുമലയിൽ ദർശനം നടത്തുന്ന കാലത്ത് ഓതി പഠിച്ചവരാണ് എം ബഷീർ മുസ്ലിയാർ. അങ്ങനെ പലയിടത്തും ദർശനം നടത്തിയപ്പോൾ അന്ന് ഏറ്റവും വലിയ ചെറുപ്പം മുതലേ കോട്ടുമല ഉസ്താദിൻ്റെ അടുത്ത് ഓതി പഠിച്ചവരാണ് എം ബഷീർ മുസ്ലിയാർ. പിന്നെ അതിൻ്റെ മുകളിലുള്ള അദ്ദേഹത്തിൻ്റെ ഉസ്താദ് മുസ്ലിം അറിയപ്പെട്ട മഹാൻ. അപ്പം അങ്ങനെ അതിലൂടെ ചെന്ന് മുട്ടുന്നതും ഒരു 8 ആളുകൾ പേര് പറയുമ്പോഴേക്കും ബഹുമാനപ്പെട്ട ഉമർ ഖാദി അവരുടേക്കാണ് ചെന്ന് മുട്ടുന്നത്. ഇനി എ പി ഉസ്താദിലൂടെ അങ്ങനെ പോകുമ്പോൾ ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദിൻ്റെ ആ ഒരു പരമ്പരയിലൂടെയും ഉമർ ഖാദി അവരിലേക്കാണ് ചെന്ന് മുട്ടുന്നത്. അപ്പോൾ 2 വിഭാഗത്തിൽപ്പെട്ട ആലിമ്യങ്ങളിലൂടെയും നമ്മുടെ പരമ്പര പോകുന്നത് കൊണ്ട് തന്നെ ഒരു 2 വിഭാഗത്തിലുള്ള ആലിമ്യങ്ങളെയും നാം വെറുക്കുകയും കുറ്റം പറയുകയോ അല്ലെങ്കിൽ അവരെ ആക്ഷേപിക്കുകയോ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. ബഹുമാനപ്പെട്ട ടി ഉസ്താദ് ഹയാത്തുള്ള കാലത്ത് ബഹുമാനപ്പെട്ട എം ബഷീർ മുസ്ലിയാർ സമസ്തയുടെ മറുവശത്താണുള്ളത്. സമസ്ത 2000-ന് ശേഷം ആണ് എം ബഷീർ ഉസ്താദും വഫാത്താകുന്നത്. സമസ്ത 2ആവുകയും ശിഷ്യനായ ടി ഉസ്താദ് എ പി വിഭാഗത്തിലും ഉസ്താദായ എം ബഷീർ മുസ്ലിയാർ ഇ കെ വിഭാഗത്തിലുമാണ്. പക്ഷേ അങ്ങനെ പ്രത്യക്ഷത്തിലുണ്ടായിരുന്നുവെങ്കിലും സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ഉസ്താദിനോട് ഉസ്താദ് ഒരിക്കൽ എം ബഷീർ ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു, ഞാൻ ഇങ്ങനെ ഇപ്പോൾ ഇവിടെയാണ് പ്രവർത്തിക്കല്. അപ്പോൾ പറഞ്ഞു, ഇയാളെ പ്രവർത്തിച്ചു, ഞാൻ കൂടി പ്രവർത്തിച്ചോളാം. അപ്പോൾ ഇയാളെ പ്രവർത്തിക്കരുത്, പറ്റൂല, തെറ്റാണെന്ന് പറഞ്ഞാൽ ഉസ്താദ് അങ്ങോട്ട് പോകും. ഉസ്താദിന് താല്പര്യം ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ ഉസ്താദ് ഇവിടെ നിന്നു. അതിന് എൻ്റെ ഉസ്താദ് എതിരുണ്ടായില്ല. അപ്പോൾ ആ സ്നേഹം ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ബഹുമാനപ്പെട്ട എം ബഷീർ ഉസ്താദിന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്തൊക്കെ അവിടെ ഖിദ്മത്തിന് പോയിരുന്നത് ഉസ്താദായിരുന്നു. അതൊക്കെ ഈ പിരിഞ്ഞ കാലഘട്ടത്തിൻ്റെ ശേഷം തന്നെയാണ്. അപ്പം അങ്ങനെ ആ ഒരു ബന്ധം വഫാത്തിൻ്റെ ശേഷവും ഉസ്താദിൻ്റെ ഖബർ നമുക്കൊക്കെ അറിയാമല്ലോ. ചെറൂർ വലിയ മാറ്റ് പള്ളിയുടെ മുറ്റത്താണ്. അവിടെ ചെന്നാൽ എല്ലാവർക്കും കാണാം എം ബഷീർ ഉസ്താദിന്. അപ്പോൾ അവിടെ എല്ലാ സമയത്തും എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച ഉസ്താദ് വന്ന് സിയാറത്ത് ചെയ്യാറുണ്ടായി. ഞാൻ ആ പള്ളിയിലാണ് എൻ്റെ മഹല്ല്. അതുകൊണ്ട് തന്നെ ഉസ്താദിൻ്റെ മഹല്ല് കാപ്പ്, ചെറൂർ കാപ്പ് എന്ന് പറയുന്ന സ്ഥലത്തിലെ കാപ്പിലേക്ക് മാറിയതിൻ്റെ ശേഷവും ഉസ്താദ് വെള്ളിയാഴ്ച സിയാറത്തിന് അവിടെ വരാറുണ്ടായി. അങ്ങനെ ജുമാക്ക് അവിടെ കൂടിയാലും വെള്ളിയാഴ്ച ഇങ്ങോട്ട് വരും. അങ്ങനെയായിരുന്നു ഉസ്താദിൻ്റെ പള്ളി. അപ്പം അങ്ങനെ ആ ഒരു പാരമ്പര്യം ഉസ്താദ് നിലനിർത്തുകയും അത് മറ്റുള്ളവരോട് ഉസ്താദ് എപ്പോഴും പങ്കുവെക്കുകയും ചെയ്യാറുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും തെറ്റിദ്ധരിച്ചു പോകുമോ എന്ന് മനസ്സിലാക്കി ഉസ്താദ് ഈ വശത്താകുമ്പോൾ ഉസ്താദിനോട് എന്തെങ്കിലും എതിരുണ്ട് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുമോ എന്ന് മനസ്സിലാക്കി പിന്നെ എന്നോട് തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ഉസ്താദുമായി ഒരു ഉറപ്പുമില്ല. എൻ്റെ ഉസ്താദിനോടുമായി ഞാനുമായി പരസ്പരം ഒരു നിലക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. ഞാൻ പെട്ടെന്നുണ്ടായ ഈ ഒരു മാറലിൽ ഞാൻ ഈ വശത്ത് നിന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയാറുണ്ട്. അങ്ങനെ ആ നിലക്ക് തന്നെയാണ് ഉസ്താദ് ഹയാത്ത് കാലത്ത്, മഹാനായ ബഷീർ ഉസ്താദിൻ്റെ ഹയാത്ത് കാലത്തും വഫാത്തിൻ്റെ ശേഷമൊക്കെ ഉസ്താദിൻ്റെ പെരുമാറ്റം ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും
അവരൊക്കെ വലിയ ആലിമ്യങ്ങളായി. ഇമാം ബഷീർ ഉസ്താദ് ജീവിതത്തിൽ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ഉത്തമ പ്രസ്ഥാനക്കാരോടൊക്കെ ഗണ്ണനത്തിൻ്റെ വിഷയത്തിൽ ഏറ്റവും അന്ന് അറിയപ്പെട്ട മഹാനാണ്. അന്നൊന്ന് ആ വിഷയത്തിൽ അത്ര അറിയപ്പെട്ടവരില്ല. അത്രയും വലിയ കഴിവുള്ള ആളെ. അതുപോലെ തന്നെ സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡൊക്കെ ആ രൂപത്തിലേക്ക് വളരെ പരിഷ്കരിച്ച രൂപത്തിലേക്ക് കൊണ്ടുവരാനൊക്കെ മഹാനവർക്ക് വലിയ പങ്കുവഹിച്ചു. അപ്പം അങ്ങനെയുള്ള വലിയ മഹാനായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉസ്താദ് കൂട്ടുമല അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹം സമസ്ത ഉണ്ടായതിൻ്റെ ശേഷം ഹയാത്തുള്ളവരായി. എം ബഷീർ മുസ്ലിയാർ മരിച്ചു കുറേ കഴിഞ്ഞതിന് ശേഷമാണ് കൂട്ടുമല ഉസ്താദ് മരിക്കുന്നത്. കൂട്ടുമല ഉസ്താദ് മരിക്കുന്നതിന് എത്രയോ മുമ്പ് ശിഷ്യനാകുന്ന എം ബഷീർ ഉസ്താദ് മരിച്ചു പോയിട്ടുണ്ട്. പക്ഷേ പല സ്ഥലത്ത് വെച്ചും, പ്രത്യേകിച്ച് എം ബഷീർ ഉസ്താദ് മരിച്ച സമയത്ത് ചേറൂർ യത്തീംഖാനയുടെ മുറ്റത്ത് ഒരു അനുസ്മരണ സമ്മേളനം ഉണ്ടായി. ആ സമ്മേളനത്തിൽ പ്രധാന പ്രസംഗം എം ബഷീർ ഉസ്താദിൻ്റെ ഉസ്താദാകുന്ന കൂട്ടുമല ഉസ്താദായിരുന്നു വെച്ചത്. ആ പ്രസംഗത്തിൽ അദ്ദേഹം കരഞ്ഞുകൊണ്ട് കുറേ സമയം പ്രസംഗിച്ചു. ബഷീർ ഉസ്താദിൻ്റെ അച്ചടക്കവും അന്തവും ചെറുപ്പകാലത്ത് തന്നെ ഉണ്ടായിരുന്ന ആ ഒരു അദ്ദേഹത്തിൻ്റെ ഇൻമിലുണ്ടായിരുന്ന അച്ചടക്കവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട കൂട്ടുമല ഉസ്താദ് കുറേ സമയം പ്രസംഗിച്ചത്. ഞാൻ ചെറിയ കുട്ടിയാണ്. ഞാൻ കിതാബ് ഓതാൻ പോയ സമയം, ഓതിന കാലഘട്ടം. അപ്പം അന്ന് നമ്മളത് കേട്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ അവരൊക്കെ അവരുടെ ശിഷ്യന്മാരെ പരസ്പരം സ്നേഹിച്ചു തന്നെയാണ് മരിച്ചുപോയത്. ഒരാളോട് വെറുപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ചെയ്തിട്ടില്ല, മരണപ്പെട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടാവും നമ്മുടെ പരമ്പരയിൽ. വെറുപ്പ് പ്രകടിപ്പിച്ച് ആരെങ്കിലും തൻ്റെ ഉസ്താദിന് അല്ലെങ്കിൽ വെറുത്ത ഏതെങ്കിലും ഒരു ശിഷ്യനോ ഉസ്താദോ ഉണ്ടാവില്ല. പിന്നെ അവിടുന്ന് അങ്ങോട്ടുണ്ടായ എന്തായാലും ഉണ്ടാവില്ല. കാരണം അവിടുന്ന് അങ്ങോട്ടുള്ളതൊക്കെ പിന്നെ സമസ്ത ഉണ്ടാകുന്നതിന് മുമ്പുള്ള പരമ്പരയാണ്. അവിടുന്ന് അങ്ങോട്ടുള്ള ഉസ്താദന്മാർ. ഇത് രണ്ട് ഞാൻ പ്രത്യേകം പറയാനുള്ള കാരണം, സമസ്ത രണ്ടായതിന് ശേഷവും ഉള്ള ആളുകൾ ഇവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഭിന്നിപ്പുകളോ പ്രയാസങ്ങളോ ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാരായ ഉസ്താദുമാരുടെ പൊരുത്തത്തിലുമായി താലീമിലൂടെ അള്ളാഹുവിൻ്റെ ദീനിനെ ഇൽമിനെ ഖിദ്മത്ത് ചെയ്ത് ജീവിച്ച് മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് ഇത് എല്ലാ വർഷവും ഒരുമിച്ച് കൂടുന്നത് പോലെയുള്ള ഒരു ഒരുമിച്ച് കൂടലാണ്. പക്ഷേ ഈ ഒരുമിച്ച് കൂടലിന് വലിയ സ്ഥാനമുണ്ട്. നാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ബന്ധം ഒരു ചെറിയ ബന്ധമല്ല. ഈ ബന്ധത്തിന് നാളെ ആഖിറത്തിൽ വലിയ സ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബന്ധങ്ങൾ എല്ലാ സമയത്തും നാം പുതുക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് പുതുക്കാനുള്ള ഒരു വേദിയാണ് ഒരു വർഷത്തിലെങ്കിലും നാം ഈ ഒരുമിച്ച് കൂടുന്നത്. ഇതുകൊണ്ട് വേറെ മറ്റ് നമ്മുടെ ഏതെങ്കിലും നിലക്കുള്ള ദുരുദ്ദേശങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും നിലക്കുള്ള അഹംഭാവങ്ങളോ ഒന്നും ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നില്ല. നമ്മൾ ഒരു വാർഷികം, ദർശവാർഷികം ഇതൊന്നും ഉദ്ദേശിച്ചിട്ടല്ല. 35 വർഷം നമ്മൾ ഈ ദർശൻ്റെ രംഗത്ത് ദർശ് എന്ന് പറയുന്ന ഈ ഒരു ജീവിതത്തിലൂടെ തന്നെ കഴിഞ്ഞു. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആ 30 നമുക്ക് കിട്ടിയത് ലാഭം. ഇവിടുന്ന് അങ്ങോട്ട് എത്ര കിട്ടും എന്നുള്ളത് നമുക്ക് ആർക്കും കണക്കാക്കാൻ കഴിയില്ല. ഇതുവരെ കിട്ടിയത് അല്ലാഹു തആല തന്നത്, ആയുഷ് തന്നത്, അത് വലിയ ഒരു ഭാഗ്യവും വലിയ ലാഭവുമായാണ് നാം കാണേണ്ടത്. ബഹുമാനപ്പെട്ട ഇമാം നബി തങ്ങൾ 45-ാം വയസ്സിൽ 43-ാം വയസ്സിൽ നിന്ന് പ്രാക്ടീസ് വഫാത്തായി പോയവരാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ നമ്മുടെ ഇമാം ഷാഫി തങ്ങൾ വെറും 55 വയസ്സിൽ ജീവിച്ചിട്ടുള്ളൂ. അങ്ങനെയുള്ള നമ്മുടെ വലിയ മഹാന്മാരായ ആളുകളൊക്കെ
വളരെ കുറഞ്ഞ കാലഘട്ടം ജീവിച്ച് നമ്മോട് വിട പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയത് എത്രയോ ലാഭത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി അല്ലാഹു തആല തന്നാലും തന്നില്ലെങ്കിലും നമുക്ക് കിട്ടിയ ലാഭത്തിൽ നാം അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. അല്ലാഹു തആല അവൻ്റെ ഇന്ന് ദീനുമായി ഇനിയും ഖിദ്മത്ത് ചെയ്യാനുള്ള ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് നമുക്കെല്ലാവർക്കും പ്രധാനമായി ദുആ ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈത്തപ്പഴം അത് ഗൾഫിലുള്ള ഒരാൾ കൊടുത്തതാണ്. കൊടുത്ത ആളാരാണെന്ന് അള്ളാഹ്ക്ക് അറിയാതായിരുന്നാലും അതിൻ്റെ വലിയൊരു പ്രതിഫലം അല്ലാഹു തആല ആ മനുഷ്യന് നൽകുമാറാവട്ടെ. നമ്മളൊക്കെ പരിശുദ്ധമായ റമദാനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെ രാത്രിക്കത്തെ ചോറ് ചെറൂർ ക്ലിനക്കോടുള്ള ഒരു വ്യക്തിയുടെ വകയാണ് മുഹമ്മദാജി. അപ്പോൾ അല്ലാഹു തആല അദ്ദേഹം ഹജ്ജിന് ഉദ്ദേശിക്കുന്ന അദ്ദേഹത്തിൻ്റെ മഖബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എല്ലാ യാത്രയിലുള്ള പ്രയാസത്തെ തൊട്ടും അല്ലാഹു തആല അദ്ദേഹത്തെ കാക്കുമാറാവട്ടെ. യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഹജ്ജ് ഉംറയും ചെയ്ത് അവരുടെ കുടുംബത്തിലേക്ക് വരാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ. അപ്പം നൗഫലിന് ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ട്. കുറേ കടങ്ങൾ വീടിക്കണമെങ്കിലും ഇനിയും കടങ്ങളൊക്കെ ഉണ്ട്. എത്ര കാശുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരുപോലെ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഉള്ള സമയത്തും ഇല്ലാത്ത സമയത്തും സദഖ ചെയ്യണം എന്നുള്ള വലിയ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. നമ്മുടെ ദർസിൽ പഠിച്ച് പോയ അന്ന് മുതൽക്ക് കൂടുതലൊന്നും ഇവിടെ ഓതിയിട്ടില്ലല്ലോ. കുറഞ്ഞ കാലം ഓതിയിട്ടു. കുറഞ്ഞ കാലം ഓതി പോയിട്ടുണ്ടെങ്കിലും ആ ബന്ധം അത് ഇന്ന് വരെ നിലനിർത്തി പോന്ന ഒരു വ്യക്തിയാണ് നൗഫൽ. എല്ലാ സമയത്തും ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു 2 സമയത്തെങ്കിലും ഓനെ വിളിക്കാത്തുണ്ടാവും. അങ്ങനെ വിളിച്ച് ബന്ധപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഓനെ ചില ആളുകളൊക്കെ ഓനെല്ലാവരെയും വിശ്വസിക്കും. അങ്ങനത്തെ ഒരാളാണ്. പൊതുവെ അങ്ങനെയാണല്ലോ, ഈ എല്ലാവരെയും വിശ്വസിക്കുന്ന ആളുകൾ പെട്ടുപോകും. എല്ലാവരും വിശ്വസിക്കാൻ പറ്റിയവരാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് അധികം പെട്ടുപോകാൻ. അപ്പം അങ്ങനെ ഒരുപാട് ചതിയിൽ പെട്ടുപോയിട്ടുണ്ട്. കുറേ ആളുകൾ അവന് പറ്റിച്ചു. കാരണത്താൽ അവൻ വലിയ സംഖ്യ കടത്തിലായിപ്പോയി. എന്നാലും അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ആ കടം ഓനെ കൊണ്ടല്ലാതെ വേറൊരാൾ കൊണ്ട് വീട്ടാൻ കഴിയില്ല. അജാതി കടം. അപ്പോൾ അത് വീട്ടാനുള്ളൊരു മാർഗങ്ങൾ അല്ലാഹു തആല അവന് കൊടുത്തു. ഇനി അതൊക്കെ വീട്ടി ഒരു കടവുമില്ലാതെ അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കാനും ദീനിൻ്റെ ആളുകളെ സഹായിക്കാനും ഒക്കെ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ. കാര്യമായി നമ്മൾ ദുആ ചെയ്യുക. അതുപോലെ സംഭാവനകൾ ചെയ്ത ഇവിടെ സഹായിച്ച എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. കൂടുതൽ ഇനി പറയാൻ സമയമില്ല. നമ്മളെ ദുആ ചെയ്യാൻ ഏൽപ്പിച്ച ഈ കൂട്ടത്തിൽ എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് നമുക്കൊരു ഫാത്തിഹ ഓതി, അതുപോലെ മരണപ്പെട്ടു പോയ നമ്മുടെ ഉസ്താദുമാർ അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്ത് നമുക്ക് പിരിയാം. അതിൻ്റെ മുമ്പ് ഇവിടെ കൊടുക്കാനുള്ള സാധനങ്ങൾ പെട്ടെന്ന് കൊടുത്ത് തീർത്ത് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. അപ്പോൾ നമ്മൾ ഉദ്ഘാടനം ചെയ്യാണ്. അല്ലാഹു തആല ബഹുമാനപ്പെട്ട സയ്യിദ് അവർക്കാണ് കൊടുക്കുന്നത്. അല്ലാഹു തആല ഈ സനദിലുള്ള അല്ലാഹുവിൻ്റെ റസൂൽ വരെ മുട്ടുന്ന മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് നമ്മളെല്ലാവരുടെയും എല്ലാ ദോഷങ്ങളും അല്ലാഹു തആല പുറത്തുതരുമാറാവട്ടെ. ഇവരുടെയൊക്കെ മദദ് എല്ലാ സമയത്തും അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. നമുക്ക് ഇൽമും തഖ്വയും ഒന്നുമില്ലെങ്കിലും നാളെ പാരത്രിക ലോകത്തിൽ ഈ മഹാന്മാരൊക്കെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ആ കൂട്ടത്തിൽ ആ കയറിൻ്റെ അവസാനം പിടിച്ച് പോകാൻ وجب الشكر
سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم مشرق البدر علينا فاختفت منه البدور مثل حسنك ما رأينا يا رسول الله قط يا وجه السرور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم أنت شمس أنت بدر أنت نور فوق نوري أنت إكسير ووال يا رسول الله أنت مصباح الصدور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم يا حبيبي يا محمد يا عروس الخافقين يا مؤيد يا ممجد يا رسول الله يا إمام القبلتين يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم من رأى وجهك يسعد يا كريم الوالدين حوضك الصافي المبرد يا رسول الله الله يردنا يوم النشور يا حبيب الله مرحبا يا نور عيني مرحبا جد الحسين مرحبا أهلا وسهلا يا رسول الله الله مرحبا يا خير داعي يا حبيب الله ما رأينا العيسى حنت في الصلاة إلا إليك والغمام قد أولت يا رسول الله الله والملا صلوا عليك يا حبيب الله مرحبا يا نور عيني مرحبا جد الحسين مرحبا أهلا وسهلا يا رسول الله الله مرحبا يا خير داعي
يا رسول الله الله عندك الظبر النفور يا حبيب الله مرحبا يا نور عيني مرحبا جد الحسين مرحبا أهلا وسهلا يا رسول الله الله مرحبا يا خير داعي يا حبيب الله إنما شد المحامي والتناضل الرحيم زرتهم ودمع سائل قلت قف لي يا دليل مرحبا يا نور عيني مرحبا جد الحسين مرحبا أهلا وسهلا مرحبا يا خير دعوة تحمل لرسائي أيها الشوق الجزيل رهواتي كالمنازل في العشايا والبكور مرحبا يا نور عيني مرحبا جد الحسين مرحبا أهلا وسهلا مرحبا يا خير دار كل ما في الكون هام فيك يا باهي الجبين ما لهم فيك غرام واشتياق وحنين مرحبا يا نور عيني مرحبا جد الحسين مرحبا أهلا وسهلا مرحبا يا خير دار في معاني الأنام قد ثبتت حريري أنت للرسل ختام أنت للمولى شكور അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്നാണ് വരുന്നത്. എത്രയോ ദൂരെയുള്ള നമുക്കറിയാലോ, കർണാടകയിലാണ്. പുറത്തുനിന്ന് ഓടി കതിച്ച് ഇവിടെ എത്തിയതാണ്. ഡ്രൈവർ അബ്ദുള്ളാണ്, നമുക്കറിയാം. നമ്മുടെ ദർശനമുള്ള അബ്ദുള്ള തന്നെ ഉണ്ട്. ഞങ്ങൾക്ക് നല്ലൊരു ഡ്രൈവറെ കിട്ടി. അല്ലാഹു തആല അബ്ദുള്ളക്കും അതിനുള്ള എല്ലാവിധ ബറക്കത്തും ഖൈറും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഈ രണ്ട് സയ്യിദന്മാരുടെയും ഉപ്പയുമായി നമുക്ക് വലിയ ബന്ധമായിരുന്നുണ്ടായിരുന്നു. രണ്ടാളും ഒഫാത്തായി പോയി. ബഹുമാനപ്പെട്ട പുറത്ത് തങ്ങളും അതുപോലെ തന്നെ മറ്റേ തങ്ങളും നമ്മൾ ഓർക്കാപ്പുറത്ത് വളരെ പെട്ടെന്നാണ് മരണപ്പെട്ടു പോയത്. വളരെ കുറഞ്ഞ ആയുസ്സാണ് രണ്ടാൾക്കുള്ളത്. അപ്പം മരിക്കുന്ന നമ്മൾ ആരും ഉദ്ദേശിക്കുന്നില്ല. ബഹുമാനപ്പെട്ട അസുഖങ്ങളുടെ ഉപ്പ എത്രയോ ആളുകൾക്ക് വലിയൊരു അഭയ കേന്ദ്രമായി. കുട്ടികളില്ലാത്ത ആളുകളൊക്കെ ചെന്ന് വെള്ളം മന്ത്രിച്ചാൽ ഞാൻ തന്നെ അറിയിച്ചിരിക്കണം. എൻ്റെ ഒരു മകള് ഇപ്പോൾ പിന്നെ ഗൾഫിലുള്ള അബുദാബിയിലുള്ള മകള്, എൻ്റെ ചെറിയ മകള്, മൂത്ത മകള്, അവൾക്ക് കുറേ കാലത്തിന് ഗർഭമുണ്ടായിരുന്നില്ല. തങ്ങളെടുത്ത് പോയിട്ട് ഒരു കുപ്പി വെള്ളം മന്ത്രിച്ച് അത് കുടിച്ച് 3 കുട്ടികളുടെ ഗർഭമുണ്ടായിരുന്നു. അപ്പം 3 കുട്ടികൾ ഗർഭത്തിലിരുന്ന് വലുതാവാൻ കുറച്ച് പ്രയാസമായി.
6-ാം മാസത്തിൽ തന്നെ പ്രസവിച്ചു പോയി. 3ആൾക്കും ഹയാത്തുണ്ടായിരുന്നു, പക്ഷേ നിലനിൽക്കാൻ കഴിഞ്ഞില്ല. ഏതായിരുന്നാലും 3 കുട്ടികൾ ഒരാൾക്ക് മരണപ്പെട്ടാൽ അതിൻ്റെ ഒരു പ്രതിഫലം ഹദീസിൽ പറഞ്ഞ വലിയൊരു പ്രതിഫലത്തിന് 3 കുട്ടികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ആരെങ്കിലും ചെറിയ 3 കുട്ടികളെ മുന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് നാളെ സ്വർഗമാണ്. അവർ ഉമ്മയെയും ഉപ്പയെയും അവരുടെ തുണിയുടെ തല പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്ന് ഹദീസിൽ കാണാം. അവർ വലിയ പ്രതിഫലത്തിന് ഒരു കാരണമായിരിക്കാം ഉണ്ടായി. പിന്നെ അതിന് ശേഷം തുടർന്ന് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഉണ്ടായിപ്പോൾ 3 കുട്ടികൾ നിലവിലുണ്ട്. ആ 3 കുട്ടികളും ഹയാത്തുണ്ടെങ്കിലും അതപ്പോൾ തന്നെ ഓരോ ദിവസമായിട്ട് മരണപ്പെട്ടു പോയി. അല്ലാഹു തആല ആ കുട്ടികൾക്കും അതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദവർ വഫാത്തായി പോയ ഈ 2 സയ്യിദന്മാരുടെയും ഉപ്പാക്കും വലിയ ദറജ അല്ലാഹു തആല ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു തആല അവരുടെയൊക്കെ ആ ഒരു അഹ്ലു ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ അല്ലാഹു തആല രക്ഷപ്പെടുത്തുമാറാവട്ടെ. ആമീൻ റഹ്മത്തുക യാ റഹ്മാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. وأعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين يا ملك الجبار يا الله. ഞങ്ങളെല്ലാവരും ഒത്തുകൂടി ഒരു ദിവസം ചുരുങ്ങിയത് ഇവിടെ ഒരുമിച്ച് കൂടി നീ കബൂലാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, എല്ലാവർക്കും തിരക്കുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കണ്ട് റഹ്മാനെ പരസ്പരം ഇൽമിൻ്റെ വിഷയത്തിൽ മാത്രമാണ് ഞങ്ങളുടെ സ്നേഹം. ആ ഇൽമിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഈ സ്നേഹം എന്നെന്നും നിലനിർത്തി തരണേ അല്ലാഹ്. നാളെ ആഖിറത്തിൽ ഞങ്ങൾക്ക് ഇത് വലിയ ഒരു ഉപകാരമുള്ള സ്നേഹമാക്കണം റഹ്മാനെ. സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഒരു അവകാശം ഞങ്ങൾക്കാർക്കും ഇല്ലെങ്കിലും റഹ്മാനായ അല്ലാഹ്, നരകത്തിൻ്റെ ചൂട് ഒരു സെക്കൻഡ് പോലും സഹിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, നിന്റെ മഹാന്മാരായ ആളുകൾ, മശായിഖന്മാർ, അവരൊക്കെ സ്വർഗത്തിലേക്ക് പോകുന്ന സമയത്ത് സാധുക്കളായ പാവികളായ ഞങ്ങളെയും ആ കൂട്ടത്തിൽ നീ ചേർക്കണേ അല്ലാഹ്. ആ മഹാന്മാരോട് കൂടെ നീ ചേർക്കണേ അല്ലാഹ്. നമ്മുടെ നേതാവ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പരമ്പരയിലൂടെ ഞങ്ങൾ ഇവിടെ എത്തി. അതിൽ പിടിക്കാൻ ഞങ്ങൾക്കൊരു ചെറിയ ഭാഗ്യം ലഭിച്ചു എന്നതുകൊണ്ട് ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഈ പരമ്പരയിലുള്ള ഞങ്ങളെ എല്ലാ ഉസ്താദുമാർക്കും അതുപോലെ ഞങ്ങളെ ബന്ധപ്പെട്ട ഉസ്താദുമാരുടെ എല്ലാ പരമ്പരയിലുള്ള ഉസ്താദുമാർക്കും ഒക്കെ റബ്ബേ, അവരിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുകൊടുത്ത് മാഫാക്കണേ റഹ്മാനെ. അവരുടെ ദറജ നീ ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. അവരുടെ പദവികൾ നീ ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. റഹ്മാനെ, അവരൊക്കെ ഖബറിലാണ് റബ്ബേ. അവരുടെ ഖബറിടം പ്രകാശിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. പ്രകാശിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ ഈ പരിപാടിക്ക് വേണ്ടി സഹകരിച്ച ഒരുപാട് ആളുകൾ ഇവിടെ പറഞ്ഞവരും പറയാത്തവരുമായുണ്ട് റബ്ബേ. നിനക്കറിയാം എല്ലാവരെയും. നീ അവരെ സഹായിക്കണം അല്ലാഹ്. ദുനിയാവിലും നാളെ ആഖിറത്തിലും അവരെ നീ സഹായിക്കണേ അല്ലാഹ്. ദുനിയാവിൽ അവർക്ക് ഒരുപാട് ആളുകൾക്ക് കടങ്ങളുള്ളവരുണ്ട് റബ്ബേ. ആ കടങ്ങളൊക്കെ വീട്ടാൻ അവർക്കും ഞങ്ങൾക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് ഒരു കടവും ഉള്ളവരായി ഞങ്ങളെ മരിപ്പിക്കരുതേ അല്ലാഹ്. പ്രച്ചവനെ എല്ലാ കടങ്ങളും കടപ്പാടുകളും ഒക്കെ വീട്ടി റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
ആ തിരുമുഖം കണ്ടുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ നിങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളൊക്കെ ദോഷികളാണ്, പാവികളാണ്. റഹ്മാനായ റബ്ബേ, ഈ സാധുക്കളായ ഞങ്ങളെ നിന്റെ മഹാന്മാരെ ബർക്കത്തുകൊണ്ട് നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ തട്ടിക്കളയില്ല അല്ലാഹ്. തഅല്ലുമ തഅലീമിലായി, ഖിദ്മത്തിലായി, ഇൽമിന്റെ ഖിദ്മത്തിൽ, ദീനിന്റെ ഖിദ്മത്തിൽ, ദീനിന്റെ ആളുകളെ സ്നേഹിച്ച് ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ദീനിന്റെ ആളുകളെ സ്നേഹിക്കാനും അവരെ എല്ലാ നിലക്കും അവരുടെ അതേ മാർഗത്തിലൂടെ ജീവിച്ചു മരിക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബേ, ഇവിടെ ഇരിക്കുന്നവരിൽ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും ഉള്ളവരുണ്ട്. അവർക്ക് പറയാനൊക്കെയുള്ള സമയം ലഭിക്കാത്തവരുണ്ട്. റബ്ബേ, അവരുടെ കൽബില് പലതുകൊണ്ട് നിനക്കറിയാം. നീ അതൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. സാമ്പത്തികമായി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ദീനിന്റെ കാര്യവും ഇൽമിന്റെ കാര്യവും പറയുമ്പോഴേക്ക് റബ്ബേ, അവരവരുടെ കീശയിൽ നിന്നെടുത്തു വരുന്ന കാശ് റഹ്മാനെ, അതിന്റെ പ്രതിഫലം അവർക്ക് ഇരട്ടി പ്രതിഫലങ്ങൾ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. നീ നൽകണേ അല്ലാഹ്. നിന്റെ ഖജനാവ് വളരെ വലുതാണല്ലോ അല്ലാഹ്. നിന്റെ ഖജനാവിൽ നിന്ന് നീ നൽകുന്നത് കൊണ്ട് അല്പം പോലും ചുരുങ്ങുകയില്ലല്ലോ അല്ലാഹ്. റബ്ബേ, അവരെ നീ സഹായിക്കണേ അല്ലാഹ്. ആലിമീങ്ങളുടെ സമ്മേളനത്തിലേക്ക് ഒരു ചെറിയ കാശ് തന്നെ ഞാൻ ചോദിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ വലിയൊരു സംഖ്യ ഇവിടെ കൊണ്ടുവന്നു. നിന്റെ ദീനിനെ സഹായിക്കാൻ വേണ്ടിയാണ്, ഇൽമിനെ ഇൽമിനോടുള്ള മഹബത്ത് കൊണ്ടാണ്. റബ്ബേ, അവർക്കതിന് വലിയ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്. റഹ്മാനും റഹീമുമായ അല്ലാഹ്, അവരുടെ വീട്ടിലും അവരുടെ കുടുംബത്തിലും മക്കളിലും എല്ലാറ്റിലും നീ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഗൾഫിലുള്ള ഞങ്ങളുടെ കൂട്ടുകാർ റബ്ബേ, കടങ്ങളെ കൊണ്ട് വരഞ്ഞവരുണ്ട്. ഈ പരിപാടിക്ക് വലിയ സംഖ്യ തന്നെ സഹായിച്ചവരുണ്ട്. റബ്ബേ, എല്ലാവരെയും നിനക്ക് അറിയാം. അവരുടെ കടങ്ങളെ നീ വെട്ടിക്കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളോട് പറഞ്ഞവരും പറയാത്തവരുമായ എല്ലാവരും കടങ്ങളും നീ വെട്ടിക്കൊടുക്കണേ അല്ലാഹ്. ഒരു കടവും ഇല്ലാതെ അവരുടെ ബിസിനസ്സുകളിലൊക്കെ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യണേ അല്ലാഹ്. നേരം വെളുത്ത് വൈകുന്നേരം വരെ ഓടി നടന്ന് റബ്ബേ, അവര് അധ്വാനിച്ചുണ്ടാക്കിയ കാശ് റബ്ബേ, ഒരിക്കലും അത് ഒന്നുമല്ലാത്ത നിലക്ക് കടത്തിലാകുന്ന ഒരവസ്ഥയിലേക്ക് അവരെ എത്തിക്കല്ല അല്ലാഹ്. റഹ്മാനെ, അവർക്ക് നീ ഖൈറും ബർക്കത്തും ഐശ്വര്യവും പ്രദാനം ചെയ്യണം അല്ലാഹ്. ഏതെങ്കിലും നിലക്ക് കുടുങ്ങിക്കിടക്കുന്ന പ്രയാസം കാശുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. പെട്ടെന്ന് നീ അതൊക്കെ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. ഇതുപോലെ ഇനിയും ഒരുമിച്ച് കൂടാനുള്ള ദീർഘായുസ്സും ആഫിയത്തും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഇങ്ങനെ ഒരുമിച്ച് കൂടാനും സന്തോഷിക്കാനുമുള്ള അവസരങ്ങൾ ഇനിയും ഞങ്ങളുടെ ജീവിതത്തിൽ ധാരാളം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. നീ നൽകണേ അല്ലാഹ്. നീ നൽകണേ അല്ലാഹ്. നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്. നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ മക്കളില്ലാത്തവരുണ്ട്, മക്കളെ നൽകണേ അല്ലാഹ്. നീ നൽകണേ അല്ലാഹ്. റബ്ബേ, ആൺമക്കളില്ലാത്തവരുണ്ട്, പെൺമക്കളില്ലാത്തവരുണ്ട്. എല്ലാം അവർക്കും മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നൽകിയ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ, ആലിമീങ്ങളാക്കണേ അല്ലാഹ്. റബ്ബേ, നല്ല ഉന്നത പദവിയിലേക്ക് ഉയർത്തണേ അല്ലാഹ്. റഹ്മാനെ, ഞങ്ങളുടെ കുടുംബം ആദ്യനാൾ വരെയുള്ള മുഴുവൻ ആളുകളെയും സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കണേ അല്ലാഹ്. വിദഅത്തിന്റെ ആളുകളോ നീ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും കക്ഷിയിൽ ചേർന്നവരോ ഞങ്ങളുടെ മക്കളെയോ ഞങ്ങളുടെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരാളെയോ നീ ചേർക്കല്ല അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ സ്വാലിഹീങ്ങളോട് കൂടെ ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾ ഈ പഠിപ്പിക്കുന്ന എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് വലിയ ഉയർച്ച നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ദർസുകളിലൊക്കെ വലിയ ഉയർച്ച നൽകണേ അല്ലാഹ്.
ഞങ്ങളുടെ തഅല്ലുമ തഅലീമിന് ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ ദർസിലൊക്കെ നല്ല ഉഖ്റവിയായ മുതഅല്ലിമീങ്ങളെ ധാരാളം നൽകണേ അല്ലാഹ്. റഹ്മാനെ ഉഖ്റവിയായ മുതഅല്ലിമീങ്ങളെ നൽകണേ അല്ലാഹ്. നിന്റെ ഇൽമിനും ദീനിനും ഖിദ്മത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മുതഅല്ലിമീങ്ങളെ ധാരാളമായി ഞങ്ങളുടെ സ്ഥാപനങ്ങളിലൊക്കെ നീ നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ ജോലി ചെയ്യുന്ന എല്ലാ സ്ഥലത്തും ഞങ്ങൾക്ക് ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, എല്ലാ സ്ഥലത്തും ഞങ്ങൾക്ക് ഇസ്സത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. എല്ലാ സ്ഥലത്തും ഞങ്ങൾക്ക് ഖബൂലിയത്ത് നൽകണേ അല്ലാഹ്. എല്ലാ സ്ഥലത്തും ഞങ്ങൾക്ക് ഖബൂലിയത്ത് നൽകണേ അല്ലാഹ്. ദീനിന് വേണ്ടിയുള്ള ഖബൂലിയത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ നാടുകളിലും ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും എല്ലാ സ്ഥലത്തും ദീനിയായ ഇസ്സത്ത് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.